നമസ്കാരം. ദൂരദർശനിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ സമകാലികത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജനങ്ങൾ ഏറ്റവും അധികം ഭീതിയോടെ നോക്കിക്കാണുന്ന ഒരു വിഷയമുണ്ട്. ഓരോ ദിവസവും ഉണ്ടാകുന്ന വിലക്കയറ്റവും മറ്റു കാര്യങ്ങളുമൊക്കെ ജനങ്ങളെ ഭീതിപ്പെടുത്തുമ്പോഴാണ് വൈദ്യുത ചാർജും വർദ്ധിക്കുമെന്ന ഒരു വിഷയം ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ KCB ആദ്യം തന്നെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്നറിയാൻ റെഗുലേറ്ററി കമ്മീഷൻ പൊതു തെളിവെടുപ്പ് പല ജില്ലകളിലായി നടത്തിയിരുന്നു. അതിൻ്റെ അവസാന തീയതി 11-ാം തീയതി അവസാനിച്ചു കഴിഞ്ഞു. പല ജില്ലകളിലും അസാധാരണമായ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. വലിയ തോതിൽ ജനരോഷം അണപൊട്ടുന്നതും ചിലയിടങ്ങളിൽ കാണാൻ കഴിഞ്ഞു. ഏറ്റവും ഒടുവിലായി നടന്ന തിരുവനന്തപുരത്ത് വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലുമൊക്കെ എത്തിയതായിട്ടുള്ള മാധ്യമ വാർത്തകൾ കഴിഞ്ഞ ദിവസം തന്നെ നാം ഏവരും കേട്ടതാണ്. എന്നാൽ എന്താണ് ശരിക്കും ഇതിലെ സത്യാവസ്ഥ? എന്തിനാണ് വൈദ്യുതി നിരക്ക് ഇനിയും വർദ്ധിപ്പിക്കുന്നത്? അതുകൊണ്ട് ആർക്കാണ് ശരിക്കും നേട്ടമുണ്ടാകുന്നത്? ഇന്ന് സമകാലികം ചർച്ച ചെയ്യുന്നു. നിരക്ക് വർധനവിൽ ജനരോഷം ഷോക്കായി മാറുന്നു. ചർച്ചയുമായി ബന്ധപ്പെട്ട് 4 അതിഥികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. INTUC സംസ്ഥാന സെക്രട്ടറി ശ്രീ പ്രദീപ് നെയ്യാറ്റിങ്കര, ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ഷാജഹാൻ NK, ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി ഡോക്ടർ MG സുരേഷ് കുമാർ കോഴിക്കോട് നിന്നും ചേരുന്നു. ആം ആദ്മി സംസ്ഥാന ഓർഗനൈസേഷൻ സെക്രട്ടറി ശ്രീ നവീൻജി നാദാമണി ആലപ്പുഴയിൽ നിന്നും വീഡിയോ കോളിൽ ചേരുന്നു. 4 അതിഥികൾക്കും സ്വാഗതം. ശ്രീ പ്രദീപ് നെയ്യാറ്റിങ്കര, ആമുഖമായി പറഞ്ഞതുപോലെ തന്നെ ജനരോഷം ശക്തമാകുന്നുണ്ട്. അത് ശരിക്കും ഷോക്ക് അടിപ്പിക്കുന്നത് ജനങ്ങളെയാണെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ പൊതു തെളിവെടുപ്പിലൊക്കെ തന്നെ ഇങ്ങനെ ഒരു ജനരോഷം അണപൊട്ടിയിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് വൈദ്യുതി നിരക്ക് ഇനി വർദ്ധിപ്പിക്കുന്നത്? വൈദ്യുതി നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് ഈ വ്യവസായത്തിൽ ട്രേഡ് യൂണിയൻ നിലയിൽ INTUCക്ക് അതിൻ്റേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇത് ഇവിടുത്തെ പൊതുജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സമീപനം KSEBയിലെ തൊഴിലാളികൾക്കില്ല. അവർ ജനങ്ങളോടൊപ്പമാണ്. പക്ഷെ അങ്ങനെ ജനങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തെളിവെടുപ്പ് 3 ഭാഗത്ത് നടന്നപ്പോഴും ആ തെളിവെടുപ്പിൽ ഹാജരാകുന്ന പൊതുസമൂഹം, പൊതുജനം അല്ലെ പൊതുജനത്തെ പ്രതിദാനം ചെയ്യുന്നവർ, അവരുടെ രോഷം അണപൊട്ടുന്നത് അത് വ്യക്തമായിട്ട് അവർ ടാർഗറ്റ് ചെയ്യുമ്പോൾ അത് തൊഴിലാളികളുടെ മേൽക്കാണ് എന്നുള്ള കാര്യം കാണാതിരിക്കരുത്. കാരണം ബോർഡ് മാനേജ്മെൻറ്റിനോ സർക്കാരിനോ എതിരെ ആണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇത് ആത്യന്തികമായിട്ട് അത് പ്രതിഫലിക്കുന്നത് തൊഴിലാളികളിലാണ് എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണം ഞാൻ 1-2 പോയിന്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്ന്, അവിടെ സംസാരിക്കുന്നവർ പറയുന്നതൊന്ന്, ജീവനക്കാരുടെ ഈ എണ്ണം വെട്ടിച്ചുരുക്കണം, ഇത്രയധികം ജീവനക്കാർ അവിടെ ആവശ്യമുണ്ടോ? 1. 2, ഇവർക്കെന്തിനാണ് ഇത്രയും വലിയ ശമ്പളം നൽകുന്നത്? ഈ ശമ്പളം വാങ്ങാൻ ഇവരെന്താണ്? ഇതിനു മുമ്പ് തന്നെ പല ഷോക്കേറ്റ് മരണപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായപ്പോഴും ചിലരൊക്കെ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു, ഇവരുടെ ഉത്തരവാദിത്വം നിറവേറ്റി ഇവരെ എന്തിനാണ് വലിയ മഹത്വവൽക്കരിച്ച് ഇവിടെ ആളുകൾ സംസാരിക്കുന്നത്? KSEBയിലെ തൊഴിലാളികൾ അവരത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരെ മഹത്വവൽക്കരിക്കേണ്ട, അത് അവരുടെ ജോലിയല്ലേ, അവർക്ക് അതിന് കൂലി കൊടുക്കുന്നുണ്ട്, അത് വാങ്ങിച്ചുകൊണ്ടങ്ങ് പോയാൽ പോരെ എന്ന രീതിയിൽ വളരെ മ്ലേച്ഛമായി സംസാരിക്കുന്ന ഒരു സാഹചര്യം വരെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ആത്യന്തികമായിട്ട് ഈ തൊഴിലാളികളാണോ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിനെല്ലാം കാരണം? അതാണ് ചർച്ച ചെയ്യേണ്ടത്. തൊഴിലാളികളുടെ മേലിൽ ഇത്രത്തോളം ആക്രമണം ഉണ്ടാകാൻ കാരണം ഈ മാനേജ്മെൻ്റായാലും സർക്കാരായാലും കാലാകാലങ്ങളിലെടുത്ത നിലപാടുകളാണ്. വൈദ്യുതി താരിഫ് വർധനവിൽ സ്വാഭാവികമായിട്ടും ഇത് ഇന്നൊന്നലെയല്ലല്ലോ, ഈ ജനപങ്കാളിത്തത്തോടെയുള്ള ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ്. മുമ്പ് താരിഫ് റിവിഷൻ എന്ന് പറഞ്ഞാൽ താരിഫ് റിവിഷൻ അങ്ങ് നടക്കും, അത് അടയ്ക്കും. എപ്പോഴെങ്കിലും 1-2 സമരങ്ങൾ, ചിലപ്പോൾ അതിന് സമയത്ത് ഓഫീസുകളിലേക്ക് 2 പ്രകടനം മറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഞങ്ങൾ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാണ്. ഒരു ട്രേഡ് യൂണിയനെ സംബന്ധിച്ച് തൊഴിലാളികളെ ചേർത്ത് പിടിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആ സ്ഥാപനത്തെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ ഒരു ധാർമ്മിക ബോധത്തോടെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ അതേസമയം പാരലായിട്ട് ഇവിടുത്തെ സാമൂഹിക പ്രതിബദ്ധത കൂടെ ഏറ്റെടുത്ത് പോവുകയാണ്. സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കാലത്ത്
പ്രളയം, 2 പ്രളയം, 2018-ലും 19-ലും പ്രളയം വന്നു, കോവിഡ് വന്നു. നിങ്ങൾക്കറിയാം, ഈ വൈദ്യുതി പോലുള്ള തൊഴിലാളികൾ അഹോരാത്രം പണിപ്പെട്ടതിൻ്റെ ഫലമല്ലേ ആ പ്രളയത്തിൽ ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ ഷോക്കേറ്റ് മരണപ്പെടാനിടയായ സാഹചര്യം ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ മേപ്പാടിയിൽ വയനാടുണ്ടായ ദുരന്തത്തിൽ ഞങ്ങളുടെ കൂടെയുള്ള തൊഴിലാളികൾ അന്ന് രാത്രി തന്നെ ഞങ്ങളെ വിളിക്കുകയാണ്. ആ സമയത്ത് ഈ സംഭവം നടന്ന് മേപ്പാടിയിൽ നിന്ന് അവർ അവിടെ എത്തുകയാണ്. ആ ദുരന്ത സ്ഥലത്ത് ഇവിടെ പോലീസ് മറ്റ് തുടങ്ങിയ സന്നദ്ധ സംഘടനകൾ അവരെ മാത്രം ചിത്രീകരിക്കുമ്പോൾ ഞാൻ പറയുന്നത് കാണാതെ പോകുന്ന മറ്റൊരു സത്യമുണ്ട്. വൈദ്യുതി മേഖലയിലെ തൊഴിലാളിയും ആ സമയം അവിടെ എത്തിക്കഴിഞ്ഞു. അവനെ ആരിവിടെ മഹത്വവൽക്കരിച്ചു? ആരും ഒന്ന് ചിത്രീകരിക്കുന്നു പോലുമില്ല. കാരണം വൈദ്യുതി ലൈനുകൾ, ട്രാൻസ്ഫോമറുകൾ, ICT ലൈനുകൾ, ഫീഡറുകൾ, ഇതെല്ലാം പെട്ടെന്ന് ഇത്തരത്തിലൊരു ഡിസ്ട്രക്ഷൻ ഉണ്ടാകുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ അവിടെ അങ്ങനെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകാതിരിക്കും. കാരണം അവിടെ ഉണ്ടാകുന്നത് മറ്റ് സ്ഥലങ്ങളിലും പ്രതിഫലിക്കും. അതിന് ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ ആ തൊഴിലാളികൾ ആ നിമിഷം നടത്തുന്ന പരിശ്രമം, അതൊക്കെ എന്തേ കാണുന്നില്ല? ഇവിടെ ഏത് സംഭവം നടന്നാലും തൊഴിലാളികൾ കയ്യേറ്റം ചെയ്യപ്പെടും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. തീർച്ചയായും. ശ്രീ ഷാജഹാൻ, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആക്രമണം ബോർഡിന് നേർക്കല്ല, പകരം തൊഴിലാളികൾക്ക് നേരെ തിരിയുന്നു. പ്രത്യേകിച്ചും വളരെ അപകടം പിടിച്ച ജോലിയാണ് KCB നിർവഹിക്കുന്നതെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിലൊന്നും തന്നെ എതിർപ്പ് പറയാനുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വൈദ്യുതി നിരക്ക് 4.5% വർദ്ധിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശം ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. റെഗുലേറ്ററി കമ്മീഷന് മുന്നാണ് ഇത് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 5 മാസത്തോളം സമ്മർ ചാർജ് ഇനത്തിൽ ഒരു പ്രത്യേക ഫീസ് ഈടാക്കാനും ഒരു നീക്കം നടത്തുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പ്രത്യേകിച്ചും ഒരു ജനകീയ കൂട്ടായ്മയുടെ ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യം തന്നെ പറയട്ടെ, ഈ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഗാർഹിക ഉപഭോക്താക്കളുടെ ഭാഗത്ത് നിന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് വേദനാജനകമാണ്, അത് ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ്. ഉണ്ടാകാതിരിക്കാൻ ഇനിയും ഓരോ ഉപഭോക്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ശരിയാണ്. മറ്റൊന്ന് നമുക്ക് പറയാനുള്ളത്, ഇത് ഗാർഹിക ഉപഭോക്താക്കളെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന, ജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സാധനങ്ങൾക്ക് വില കൂടുന്നു എന്ന് പറയുന്നതിനേക്കാൾ വളരെ രൂക്ഷമാവുന്ന ഒരവസ്ഥയിലേക്കാണ് ഇത് കാര്യങ്ങൾ എത്തപ്പെടുന്നത്. നമുക്കറിയാം, ഒരു വ്യവസായ സ്ഥാപനത്തിൽ കറണ്ട് ഉപയോഗിക്കാമെന്ന് പറയുന്നത് മുട്ടുസൂചി ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ മുട്ടുസൂചി ഉണ്ടാക്കുമ്പോൾ അതിന് കറണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കറണ്ട് അതിൻ്റെ റോ മെറ്റീരിയലാണ്. അത് ആ കറണ്ടിൻ്റെ പൈസ കൂടി കൂട്ടിയിട്ടാണ് അതിന് വിലയിട്ടിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റതിന് ശേഷമാണ് അതിൻ്റെ ലാഭമാണ് KCBയിലേക്ക് വരുന്നത്. പക്ഷേ ഒരു ഗാർഹിക ഉപഭോക്താക്കൾ നോക്കൂ, കേരളത്തിൽ വിൽപ്പന നടത്തപ്പെടുന്ന വൈദ്യുതിയുടെ ഏതാണ്ട് 52% ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളാണ്. ഈ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിൽ ഫാൻ ഇട്ട് കിടന്ന് ഉറങ്ങിയ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പൈസ പോലും ആ ഗാർഹിക ഉപഭോക്താക്കൾ കിട്ടാനൊന്നും പോകുന്നില്ല, ലാഭം ഉണ്ടാക്കാൻ പോകുന്നില്ല. അവൻ ആ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം പുലർച്ചെ പോയി എവിടെയെങ്കിലും പോയി പണിയെടുത്ത് കൊണ്ടുവരുന്ന പണമാണ് KCBയിലേക്ക് അടയ്ക്കേണ്ടി വരുന്നത്. ഈ സമയത്താണ് രണ്ടറ്റം കൂട്ടിമുട്ടാൻ നെട്ടോട്ടം ഓടുന്ന ജനതയ്ക്ക് മുകളിൽ അതിക്രൂരമാകുന്ന വിധയിലുള്ളൊരു നിലപാടുമായിട്ട് KCB വരുന്നത്. ഈ KCB വരുന്നു എന്ന് പറയുമ്പോൾ ഇത് അനിവാര്യമായ ഒരു വർധനമാണ് എങ്കിൽ പോലും നമുക്കത് ഉൾക്കൊള്ളാമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു തരത്തിലും അതിൻ്റെ ആവശ്യകത പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വർധനവുമായിട്ടാണ് KCB വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ഇതുവരെയുള്ള തെളിവെടുപ്പ്, എനിക്ക് പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസനോടാണ്. ഈ കാണുന്ന ആളുകൾ മുഴുവൻ അവിടെ എത്താനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള ഒരൊറ്റ ആഹ്വാനം കൊണ്ടാണ്. ഈ ആളുകൾ വരാൻ വേണ്ടിയിട്ട്, ഈ ആളുകൾ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ, ഈ ഉപഭോക്താക്കൾ മുഴുവൻ വന്നവരുടെ പ്രതികരണങ്ങൾ സത്യത്തിൽ സർക്കാരിനെയും KCB ബോർഡിനെയൊക്കെ നന്നായിട്ട് ഞെട്ടിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇത്രമാത്രം രോഷം ജനങ്ങൾക്ക് KCBയോട് എങ്ങനെ വന്നു എന്ന് ഈ KCBയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളൊന്ന് അന്വേഷിക്കുകയും ചെയ്യണ്ടേ? എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത്രമാത്രം രോഷം KCBയോട് ഉണ്ടാകുന്നത്? KCB എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഓരോ യൂട്യൂബ് ചാനലിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു സമയമാണെങ്കിലും ജനങ്ങളുടെ കമൻറ്റുകൾ പോലും ഒരു തരത്തിലും KCBക്ക് അനുകൂലമാകുന്ന വിധത്തിലല്ല. ഇപ്പോൾ ബഹുമാനയുടെ സാറ് പറഞ്ഞു ജീവനക്കാരുടെ കേസ്, നമ്മൊരു മനുഷ്യരാണ്, നമ്മളതിനെ പരിഗണിക്കുന്നുണ്ട്. ജീവനക്കാർ മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ള അഭിപ്രായമൊന്നും ഗാർഹിക ഉപഭോക്താക്കൾ എന്നുള്ള നിലയിൽ നമുക്കില്ല. ഇവിടുത്തെ പ്രശ്നം ഇത് കുത്തെഴിഞ്ഞ് കിടക്കുന്ന ഒരു മാനേജ്മെൻറ്റ് സംവിധാനമാണ്. നമ്മുടെ ഈ പെറ്റീഷൻ തന്നെ കൃത്യമായിട്ട് കാണാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഉദാഹരണമായിട്ട് തന്നെ നമുക്ക് പറയാൻ ഒന്ന് കൂട്ടിയിട്ടാൽ തെറ്റിപ്പോകുന്നൊരു കണക്കുമായിട്ടാണ് KCBയുടെ പെറ്റീഷൻ റെഗുലേറ്ററി കമ്മീഷൻ മുന്നിൽ വന്നിരിക്കുന്നത്. ഒരു എക്സൽ ഷീറ്റ് ചെയ്താൽ പോലും തെറ്റിപ്പോകാത്തൊരു സാധനം എങ്ങനെയാണ് ഇത്രയും സംവിധാനങ്ങളുള്ള, ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് സംവിധാനമുള്ള, സോഫ്റ്റ്വെയർ ഉള്ള KCBയിൽ സംഭവിച്ചിരിക്കുന്നത്? അതൊരു യാദൃശ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും യാദൃശ്യമാണെന്ന് പറയാൻ പറ്റില്ല. അത് ബോധപൂർവ്വം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ബോധപൂർവ്വം ചെയ്യപ്പെടുന്ന ഒട്ടേറെ കാര്യങ്ങളുടെ കൂട്ടായ്മയിലാണ് KCB ചാർജ് വർധനമായിട്ട് വരുന്നത്. ഒരു കാരണവശാലും നമുക്കത് ഉൾക്കൊള്ളാനും പറ്റില്ല, അത് അംഗീകരിക്കാനും പറ്റില്ല. ഒരു ഗാർഹിക ഉപഭോക്താക്കളുടെ സംഘടന എന്നുള്ള നിലയിൽ നമ്മളെ ശക്തമായിട്ട് അതിനെ എതിർക്കുന്നുണ്ട്. ശരി ഷാജഹാൻ. ഡോക്ടർ MG സുരേഷ് കുമാർ, ഇപ്പോൾ
പല കാരണങ്ങളാൽ ഉണ്ടാകുന്ന ബോർഡിന് വരുന്ന നഷ്ടം എന്ന് പറയപ്പെടുന്ന അങ്ങനൊരു നഷ്ടം സൂചിപ്പിക്കുന്നത് കൊണ്ടാണല്ലോ നിരക്ക് വർദ്ധിപ്പിക്കാനായി ശുപാർശ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് അധികമായിട്ടുള്ള ഒരു ഭാരം അവരുടെ തലയിലേക്ക് കൊണ്ടിടരുത് എന്നാണ് ശ്രീ ഷാജഹാൻ ഉൾപ്പെടെയുള്ളവരുടെ സംഘടന ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ഇക്കാര്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. എന്താണ് നിങ്ങളുടെ വാദം? ഒന്ന്, ഇപ്പൊ നടന്ന തെളിവെടുപ്പ് എന്തിനായിരുന്നു എന്ന് പോലും മനസ്സിലാവാതെയാണ് ഷാജഹാൻ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ തെളിവെടുപ്പ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് റവന്യൂ റിക്വയർമെന്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചെലവുകൾ എങ്ങനെയാണെന്ന് തീരുമാനിക്കാനേ അറിയില്ല. 2022 നമ്മുടെ താരിഫ് റെഗുലേഷൻ അനുസരിച്ച് 5 വർഷത്തേക്കുള്ള വരവ് ചെലവ് സംബന്ധിച്ച ബജറ്റ് എസ്റ്റിമേറ്റ് ഓൾറെഡി KSEB റെഗുലേറ്ററി കമ്മീഷനെ സമർപ്പിക്കുകയും അതിനകത്ത് പൊതുതെളിവെടുപ്പ് നടത്തി ആ വരവ് ചെലവ് കണക്ക് സംബന്ധിച്ച ബജറ്റ് അപ്രൂവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അപ്രൂവ് ചെയ്യും അന്നത്തെ നിരക്കനുസരിച്ച് ഓരോ വർഷവും എത്രയാണ് അഗ്രിഗേറ്റ് റവന്യൂ കിട്ടുക, അതിൽ എത്രയാണ് എക്സ്പെൻഡിച്ചർ കിട്ടുക എന്ന് കണക്കാക്കി ഓരോ വർഷവും 2022, 23, 24, 24, 25 മുതൽ 2027 വരെ ഓരോ വർഷവും വരുന്ന റവന്യൂ വിടവ് എത്രയാണ് എന്ന് റെഗുലേറ്ററി കമ്മീഷൻ കണ്ടെത്തി ഓൾറെഡി അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പബ്ലിഷ് ചെയ്ത റവന്യൂ വിടവിൽ യഥാർത്ഥത്തിൽ MG സുരേഷ് കുമാർ ചെറിയൊരു സാങ്കേതിക പ്രശ്നം നേരിടുന്നുണ്ട്. താങ്കളിലേക്ക് തന്നെ ഞാൻ തിരികെ വരുന്നതായിരിക്കും. മറ്റൊരു അതിഥിയിലേക്ക് പോവുകയാണ്. വ്യക്തമായി കേൾക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഉറപ്പായും താങ്കളിലേക്ക് അത് പരിഹരിച്ച ശേഷം തിരികെ വരുന്നതായിരിക്കും. ശ്രീ നവീൻജി നാദാമണി, ഇപ്പോൾ വൈദ്യുതി വാങ്ങാൻ ചിലവ് കൂടിയത് കാരണമാണ് ഇപ്പോൾ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരുന്നത് എന്നാണ് ബോർഡിന്റെ വാദം. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാതെ ഒരു കാരണവശാലും ഈ ബോർഡിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും കഴിഞ്ഞ ദിവസം അടിവരയിട്ട് KSEBയുടേതായി ചെയർമാൻ അടക്കം സൂചിപ്പിച്ച ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ എന്താണ് ഇതിൽ ഇനി ചെയ്യാൻ കഴിയുക? അല്ല, ഇവിടെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടായെങ്കിൽ വൈദ്യുതിയും വെള്ളവും ഒക്കെ സൗജന്യമായിട്ട് കൊടുക്കാൻ സാധിക്കും എന്നുള്ള ബോധ്യം ഉള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. വെറും ബോധ്യം മാത്രമല്ല, അത് പ്രായോഗികമായിട്ട് ഭരണമുള്ളിടത്ത് നടപ്പിലാക്കി കാണിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവിടെയാണ് നമ്മൾ ഈ KSEBയുടെ ഒരു അവസ്ഥ ഒന്ന് പരിശോധിക്കണം. ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ നിലപാട് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, പണ്ട് നോട്ട് നിരോധന സമയത്ത് മൻമോഹൻ സിംഗ് പാർലമെന്റിൽ പറഞ്ഞ വാക്കുകളുണ്ട്. അതായത് മോണുമോണ്ടിയൽ മിസ്മാനേജ്മെന്റ്, ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ആൻഡ് ലീഗലൈസ്ഡ് പ്ലണ്ടർ എന്ന് പറയും. അതായത് കെടുകാര്യസ്ഥിതിയുടെ ഒരു ചരിത്ര ശേഷിപ്പാക്കി KSEBയെ മാറ്റിക്കൊണ്ട് ഒരു സംഘടിത കൊള്ളയും അത് നിയമപരമായിട്ട് ഒരു പിടിച്ചുപറിയുമാക്കി മാറ്റാനുള്ള ശ്രമമാണ് KSEBയിൽ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് എങ്ങനെ ജനങ്ങൾക്ക് അവിടെ നിലപാടുകൾ എടുക്കാമെന്നും അതിനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട് എന്നും അതിനുള്ള നിയമങ്ങൾ ഉണ്ട് എന്നും പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അത് കൃത്യമായിട്ടൊരു ജനകീയ ഇടപെടലിനുള്ള സാധ്യതകൾ തുറന്നിടുകയുമാണ് ആം ആദ്മി പാർട്ടി ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായ അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഒരു വീഡിയോ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ തന്റെ ഒരു വീഡിയോയിലൂടെ ആ ബോധ്യം ജനങ്ങളോട്ട് എത്തിക്കുകയും അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. ആ ഏറ്റെടുത്തതിന്റെ കാഴ്ച നമ്മൾ കാണുകയും ചെയ്തതാണ്. സാധാരണ നേരത്തെ ബഹുമാനപ്പെട്ട പ്രദീപ് സാർ പറഞ്ഞത് കണക്ക് തന്നെ ഈ റെഗുലേറ്ററി കമ്മീഷന്റെ ഒക്കെ മീറ്റിംഗ് ഇതിൽ ഇത്രയും ആൾക്കാർ പങ്കെടുക്കുന്ന കാഴ്ചകളൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. അങ്ങോട്ടേക്ക് ജനങ്ങൾ വരികയാണ്. ജനങ്ങൾ വന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുകയാണ്. അതില് നമ്മൾ എന്താണ് റെഗുലേറ്ററി കമ്മീഷൻ, ഇവിടെ എന്തൊക്കെയാണ് റെഗുലേറ്ററി കമ്മീഷന്റെ സാധ്യതകൾ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്നതിനെ പറ്റിയൊന്നും ജനങ്ങൾ ബോധവാന്മാരല്ലായിരുന്നു. അതാണ് കാലാകാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരുന്നത്. ആ ജനങ്ങളുടെ ബോധ്യമില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവിടെ വൈദ്യുതി ചാർജ് വർധനവ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അതിനെ കൃത്യമായിട്ട് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ആ ബോധവൽക്കരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കോഴിക്കോടും പാലക്കാടും എറണാകുളത്തും അവസാനം തിരുവനന്തപുരത്തും വരെ കണ്ടത്. അവസാനം തിരുവനന്തപുരത്ത് വന്നപ്പോൾ സംഭവിച്ച ചില വസ്തുതകളും കൂടെ നമ്മൾ പരിശോധിക്കണം. തിരുവനന്തപുരത്ത് റെഗുലേറ്ററി കമ്മീഷന്റെ സിറ്റിംഗിന്റെ തലേ ദിവസം ഒട്ടുമിക്ക പരിസര ജില്ലകളിലുള്ള എല്ലാ ഉപഭോക്താക്കൾക്കും ഫോണിൽ മെസ്സേജ് വന്നു, ഇന്ന് ഈ റെഗുലേറ്ററി കമ്മീഷൻ സിറ്റിംഗ് ഉണ്ടെന്നുള്ള മെസ്സേജ് വന്നു. ഒരു കാലത്തല്ല, ഈ റെഗുലേറ്ററി കമ്മീഷന്റെ സിറ്റിംഗ് പോലും ഒരു ചരമകോളത്തിലെ വാർത്ത പോലെ പേപ്പറിന്റെ ഒരു മൂലയിൽ ഒതുക്കി ഒരു വാർത്തയാക്കി ഒതുക്കി മാറ്റി ഒരു ആചാരമാക്കി അവർ നടപ്പിലാക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്. അത് പൊളിഞ്ഞു എന്ന് കാണുമ്പോൾ, അവിടെ ചില സാമൂഹ്യ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ ആ ഒരു ശ്രമം പരാജയപ്പെട്ടു എന്ന് കാണുമ്പോൾ
അതിന് ഒന്ന് തടയിടാനായിട്ട് സാമൂഹ്യ ഇടപെടലല്ല, ഞങ്ങൾ തന്നെയാണ് ആൾക്കാരെ ഇവിടെ എത്തിച്ചതെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്തും KSEBിയുടെ ഭാഗത്തും നടന്നു. അതേപോലെ തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന്, അതിനകത്തെ സംഘടനാ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ള ശ്രമങ്ങൾ നടത്തുന്ന കാഴ്ചയും നമ്മൾ തിരുവനന്തപുരത്ത് കാണുകയുണ്ടായി. സംസാരിക്കാൻ അനുവദിക്കാതെ സംഘടനകളുടെ പ്രതിനിധികൾ വന്ന് അവരുടെ ജനകീയ ആയിട്ട് അഭിപ്രായങ്ങൾ പറയേണ്ട, അല്ലെങ്കിൽ അവരുടെ തെളിവെടുപ്പ് നടക്കേണ്ട സ്ഥലത്ത് സംഘടനയുടെ പ്രതിനിധികൾ വന്ന് KSEBയെ ന്യായീകരിച്ച് സംസാരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവിടെ ഒരിക്കലും നമ്മൾ അവിടുത്തെ തൊഴിലാളികൾക്കെതിരായിട്ടോ KSEB എന്ന സിസ്റ്റത്തിനെതിരായിട്ടോ റെഗുലേറ്ററി കമ്മീഷനെതിരായിട്ടോ ഒന്നുമല്ല പറയുന്നത്. പക്ഷെ ഇതൊരു വെള്ളാനെ കണക്ക് കൊണ്ടുപോകാൻ നടത്തുന്ന ശ്രമങ്ങളെ അത് പൊളിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ലക്ഷ്യത്തോട് തന്നെയാണ് ആം ആദ്മി പാർട്ടി പോകുന്നത്. അതിനെങ്ങനെ ചെയ്യണമെന്നുള്ള കൃത്യമായ നിലപാടുകൾ ആം ആദ്മി പാർട്ടിയുടെ മുന്നിലുണ്ട്. ആ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിലെ വൈദ്യുത മേഖലയെ നവീകരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇവിടെ റെഗുലേറ്ററി കമ്മീഷൻ എന്താണെന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന്, ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് എന്നുള്ള ബോധ്യം ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു. ഇതൊരു സിവിൽ കോർട്ടിന് സമാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണെന്നുള്ള ബോധ്യം നമുക്ക് അവിടെ എത്തിക്കാൻ സാധിച്ചു. നേരത്തെ ബഹുമാനപ്പെട്ട സുരേഷ് സാറ് പറയുകയുണ്ടായി, ഇവിടെ എന്താണ് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് അവിടെ ആൾക്കാർ വന്ന് സംസാരിക്കുന്നത്. കൃത്യമായിട്ട് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. ഇതുവരെ അത് ഇല്ലായിരുന്നു സാർ, ഇതുവരെ അത് മനസ്സിലാകുന്നില്ലായിരുന്നു ജനങ്ങൾക്ക്. ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത്. അവിടെ വന്നത് OP നമ്പർ 18/2023 എന്ന് പറയുന്ന നമ്പറിൽ KSEB കൊടുത്തൊരു പെറ്റീഷൻ റെഗുലേറ്ററി കമ്മീഷൻ മുമ്പിലെത്തും. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെതിരായിട്ട് വാദിക്കാനും തെളിവുകൾ നിരത്താനും വേണ്ടി വന്നാൽ ഇത് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ വിചാരണ നടത്താനുമുള്ള സംവിധാനം, ഒരു സിവിൽ കോർട്ടിന് തുല്യമായ സംവിധാനം ഈ റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നു. വാലും തലയും ഇല്ലാത്ത ഒരു റിപ്പോർട്ട് അവിടെ കൊണ്ടുവരികയും ഇവിടെ കൊണ്ടുവന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു റവന്യൂ ഗ്യാപ്പ് ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. റവന്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ റവന്യൂ ഗ്യാപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഉപഭോക്താക്കളുടെ ഇത് പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് ആ റവന്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. ഇത് മാത്രമേ അതിനകത്തുള്ളൂ. ഈ റവന്യൂ ഗ്യാപ്പ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റി യാതൊരു രേഖകളും അതിനകത്തില്ല. എവിടെയൊക്കെയാണ് ഈ നഷ്ടങ്ങൾ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ നഷ്ടങ്ങൾ സംഭവിക്കുന്നതിനെ പറ്റിയൊന്നും ഒരു ബോധ്യം ഇത് കൊണ്ടുവരാനായിട്ട് ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. നമുക്ക് തന്നെ സാധാരണക്കാരായ ആൾക്കാർക്ക് തന്നെ മനസ്സിലാകും ഇത് എവിടേക്കാണ്, ഇത് കാര്യക്ഷമത ഇല്ലായ്മയാണോ ഈ നഷ്ടം ഉണ്ടാക്കുന്നത്, അതോ ഈ മൂലധന ചെലവിന്റെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന നഷ്ടമാണോ, ഇനി മറ്റു മോശം സാമ്പത്തിക മാനേജ്മെന്റിന്റെ കൊണ്ടുണ്ടാകുന്ന നഷ്ടമാണോ എന്നൊക്കെ നമ്മൾ തന്നെ പ്രാദേശികമായിട്ട് നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഈ വിവരങ്ങളൊന്നും ഇവർ കൊടുത്ത അപ്പീൽ, ഈ രേഖകളൊന്നും നമുക്ക് നൽകിയിട്ടില്ല. എങ്ങനെയാണ് ഈ റവന്യൂ ഗ്യാപ്പ് ഉണ്ടാകുന്നത് യാതൊരുവിധ രേഖകളും അതിനകത്ത് ഉണ്ടായിട്ടില്ല. നമ്മൾ സാധാരണ വരവ് ചെലവ് കണക്കുണ്ടാകുമ്പോൾ ഇന്ന വരവുകൾ ഉണ്ടായി, ഇന്ന ചെലവുകൾ ഉണ്ടായി എന്ന് പറയുന്നത് ഇതൊരു ഫിഗർ. ശരി, താങ്കളിലേക്ക് തിരികെ വരുന്നതായിരിക്കും. താങ്കളിലേക്ക് തിരികെ നമ്മൾ തീർച്ചയായും. ശരി, ശ്രീ സുരേഷ് കുമാർ, താങ്കൾക്ക് തുടരാം. ചെറിയൊരു ബുദ്ധിമുട്ട് നേരിട്ടതിൽ ക്ഷമ ചോദിക്കും. അതായത് ഈ നവീൻജി പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? തുടരാം, കേൾക്കുന്നുണ്ട്. ഈ നവീൻജി നാളമായിട്ട് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ ആം ആദ്മി പാർട്ടി വല്ലാണ്ട് ബോധവൽക്കരിച്ചിട്ട് അവിടെ വന്നു എന്നുള്ളതാണ് വസ്തുതയാണ്. ആം ആദ്മി പാർട്ടി സംഘടിതമായി കുറെ ആളുകളെ ഈ കേന്ദ്രങ്ങളിൽ എത്തിച്ചിരുന്നുള്ള വസ്തുതയാണ്. കേരളത്തില് 3.4 കോടിയിലധികം ആളുകൾ കേരളത്തിൽ ജനസംഖ്യയുണ്ട്. അതിനകത്ത് ഇതിനേക്കാളേറെ ആളുകളെ സംഘടിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ആളുകളാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. പക്ഷെ ഒരു പൊതുതെളിവിൽ ഒരു കോഷി ജുഡീഷ്യൽ ബോഡിയുടെ മുമ്പിൽ നടക്കുന്ന തെളിവെടുപ്പിൽ രേഖകളുടെയും വസ്തുതകളുടെയും പേരിലാണ്, അല്ലാതെ ശബ്ദം കൂട്ടിയല്ല പ്രതികരിക്കേണ്ടത് എന്ന നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ രേഖകളുടെയും വസ്തുതകളുടെയും പേരിൽ മാത്രമേ വാദങ്ങൾ ഉയർത്തിയിട്ടുള്ളൂ. ഒന്ന്, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വരവ് ചെലവ് കണക്കുകളുടെ തെളിവെടുപ്പല്ല നടന്നത് റെഗുലേറ്ററി കമ്മീഷൻ അവരുടെ ഉത്തരവിൽ നിശ്ചയിച്ച് കൊടുത്തിട്ടുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള തെളിവെടുപ്പാണ്. ഈ ഗ്യാപ്പ് എങ്ങനെ ഉണ്ടായി എന്നത് റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് ഓൾറെഡി ഉള്ള ഉത്തരവ് നവീൻജിക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. റെഗുലേറ്ററി കമ്മീഷൻ ഇത് സംബന്ധിച്ച് ഓൾറെഡി ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വർഷവും എത്രയാണ് ഗ്യാപ്പ് എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ മുഴുവൻ ഗ്യാപ്പും ഫില്ല് ചെയ്യുന്ന രൂപത്തിലുള്ള താരിഫ് പെറ്റീഷൻ കൊടുത്തിട്ടില്ല. ഇപ്പം റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള പെറ്റീഷൻ അനുസരിച്ച്, നേരത്തെ അംഗീകരിച്ചിട്ടുള്ള പെറ്റീഷൻ അനുസരിച്ചിട്ട് 2024-25 1370.09 കോടി രൂപയുടെ ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ആകെ കൊടുത്തിട്ടുള്ള താരിഫ് പെറ്റീഷൻ എന്ന് പറയുന്നത് 923.34 മാത്രമാണ്. അതായത് ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞതാണ്.
അതിന്റെ വരവ് ചെലവ് കണക്ക് ഓരോ ഇനത്തിലും എങ്ങനെയാണ് ചെലവാകുക തുടങ്ങിയതിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള പൊതുതെളിവെടുപ്പ് നടന്നു കഴിഞ്ഞതാണ്. ആ തെളിവെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെട്ട ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് ആ ഗ്യാപ്പിലേക്ക് എങ്ങനെയാണ് ആരോടൊക്കെയാണ് താരിഫിലൂടെ ഈടാക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഉള്ള പരിശോധനയാണ് യഥാർത്ഥത്തിൽ ഈ തെളിവെടുപ്പിൽ നടക്കുന്നത്. അല്ലാതെ ഈ തെളിവെടുപ്പ് ഇലക്ട്രിസിറ്റി ബോർഡിന് ഏതൊക്കെ വരുമാനങ്ങൾ ഉണ്ടെന്നോ ഏതൊക്കെ ഇനത്തിലാണ് ചെലവെന്നതോ അല്ല യഥാർത്ഥത്തിൽ താരിഫ് പെറ്റീഷന്റെ ചർച്ചയിൽ ഉള്ളത്. അതുകൊണ്ട് ബേസിക്കലി അത് എന്താണ് അവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവണം. ശരിയാണ്, ആളുകൾ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ആരാണ് ബഹളം ഉണ്ടാക്കിയത്? ഇലക്ട്രിസിറ്റി ബോർഡിലെ, ഞാനിപ്പം ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു എംപ്ലോയി അല്ല, ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. അതേസമയത്ത് ഞാനൊരു ഉപഭോക്താവാണ്. ഞാൻ ഇന്നലെ അവിടെ തെളിവെടുപ്പ് പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവര് കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ ഞങ്ങൾ സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന നിലയ്ക്ക് അവിടെ ബഹളം ഉണ്ടാക്കി. ആ ബഹളത്തെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചു എന്നുള്ള വസ്തുതയാണ്. ഒരു തെളിവെടുപ്പിൽ ആരൊക്കെ പങ്കെടുക്കുന്നു? ഇപ്പം താരിഫ് പെറ്റീഷൻ അനുകൂലമായിട്ട് ചില അഭിപ്രായങ്ങൾ ഉണ്ടാവാം, എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം. എല്ലാ അഭിപ്രായങ്ങളും പറയാനുള്ള അവസരം ഉണ്ടാക്കുക എന്നതാണ് പൊതു തെളിവെടുപ്പിൽ നടക്കേണ്ടത്. അങ്ങനെ പറയുമ്പോൾ ആളുകൾ വന്ന് രോഷം കൊള്ളുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോടതി കയറി രോഷം കൊള്ളാൻ കഴിയുമോ? ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് പറയാനുള്ള വസ്തുതകൾ, നിങ്ങൾ ഒരാൾ സംസാരിക്കുമ്പോൾ പോലും ഒരു സംഘടനക്കാരും അവിടെ ഒരു ബഹളം ഉണ്ടാക്കിയിട്ടില്ല, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പക്ഷേ മറ്റ് ആളുകൾ, ഇപ്പം ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുള്ള ജീവനക്കാരുടെ പ്രതിനിധികളോ അതല്ലെങ്കിൽ ഈ താരിഫ് പെറ്റീഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ വസ്തുതകളെ സംബന്ധിച്ച് ആരെങ്കിലും ഒക്കെ അതിനകത്ത് ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഈ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അനുയായികളെ വെച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കി ആ തെളിവെടുപ്പിനെ നശിപ്പിക്കുന്നതിനുള്ള വലിയ ശ്രമം നടക്കുകയുണ്ടായി. ആ ശ്രമമൊന്നും യഥാർത്ഥത്തിൽ വിലപ്പോയില്ല എന്നുള്ളത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ പോരായ്മയില്ലാത്തതാണെന്നോ പ്രശ്നങ്ങളില്ലാത്തതാണെന്നോ ഉള്ള അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കുമില്ല. പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടണം, തിരുത്തപ്പെടേണ്ടതുണ്ട്. പക്ഷേ എന്താണ് വൈദ്യുതി മേഖലയിൽ നടക്കുന്നത് എന്നത് ഏറ്റവും മിനിമം പരിശോധിച്ചു പോകേണ്ടത്. ഇപ്പൊ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമാണല്ലോ ഡൽഹി. ഡൽഹിയിലെ ആവറേജ് കോസ്റ്റ് ഓഫ് സപ്ലൈ എത്രയാ? അതായത് ഒരു യൂണിറ്റ് വൈദ്യുതി ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ വരുന്ന ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ഒരു ആവറേജ് ആയി ഒരു ഉപഭോക്താവിന് എത്തിക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവ് എത്രയാണ് ഡൽഹിയിൽ? 2023-24 അത് സംബന്ധിച്ചുള്ള കണക്ക് പബ്ലിഷ്ഡ് ആണ്, ലഭ്യമാണ്. ഡൽഹിയിലെ ഒരു യൂണിറ്റ് വൈദ്യുതി ഉപഭോക്താവിന് എത്തിക്കുന്നതിന് വേണ്ടി ഇപ്പൊ വരുന്ന ചെലവ് തന്നെ 8 രൂപ 23 പൈസയാണ്. KEB ഒരു യൂണിറ്റ് വൈദ്യുതി ഉപഭോക്താവിന് വേണ്ടി എത്തിക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവ് എത്രയാണ്? കേരളത്തിൽ വരുന്നത് 6 രൂപ 99 പൈസയാണ്. 8 രൂപ 23 പൈസയാണോ 6 രൂപ 99 പൈസയാണോ വലുത്? ഞാൻ ഏതായാലും മനസ്സിലാക്കിയിട്ടുള്ളത് 6 രൂപ 99 പൈസ തന്നെയാണ് ചെറുതെന്നാണ്. അതായത് അതിനേക്കാളും 1 രൂപ 24 പൈസ ഡൽഹിയേക്കാളും കുറഞ്ഞ ചെലവിലാണ് കേരളത്തിൽ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നത്. ഇനി ഡൽഹിയെയും കേരളത്തെയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുക. കേരളത്തിന്റെ ഇടുക്കി അടക്കമുള്ള എല്ലാ മുക്കിലും മൂലയിലും വൈദ്യുതി എത്തേണ്ടതുണ്ട്. കേരളത്തിന്റെ ഒരു ഹാബിറ്റേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിന്റെയും പാറ്റേൺ അല്ല. തമിഴ്നാട്ടിലേക്ക് കടന്നാൽ, കർണാടകയിലേക്ക് കടന്നാൽ, ഡൽഹിയിലേക്ക് പോയാൽ എല്ലാ പ്രദേശത്തും ക്ലസ്റ്റേഡ് ആയിട്ടാണ് ആളുകൾ താമസിക്കുന്നത്. ഒരു ക്ലസ്റ്ററിൽ ആളുകളാണ്. ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് ഒരു WP ലൈൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടുകളിൽ വൈദ്യുതി എത്തിക്കാൻ കഴിയും. എന്നാൽ കേരളത്തിൽ പറമ്പുകളിൽ ഒരു വീട് എന്ന രൂപത്തിലാണ് ആളുകൾ താമസിക്കുന്നത്. എല്ലാ നാട്ടുപ്രദേശത്തെ മുഴുവൻ പറമ്പുകളിലൂടെയും ലൈൻ വലിച്ച് മാത്രമേ നമുക്ക് കറണ്ട് എത്തിക്കാൻ കഴിയൂ. 2, കേരളത്തിൽ ഹൈലി വെജിറ്റേഷൻസ് ഉള്ള ഒരു സംസ്ഥാനമാണ്. ഈ വെജിറ്റേഷൻസിന്റെ ഇടയിലൂടെയാണ് നമ്മുടെ ലൈനുകൾ മുഴുവൻ ഉള്ളത്. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെ ശ്രമകരമാണ്. 3, കേരളത്തിലെ ആളുകളുടെ ശരാശരി ഉപഭോഗം എന്ന് പറയുന്നത് കേരളത്തിലെ 50 യൂണിറ്റിൽ താഴെ ഉപയോഗിക്കുന്ന ആളുകൾ 23 ലക്ഷം ഉപഭോക്താക്കളുണ്ട്. 100 യൂണിറ്റിൽ താഴെ ഉപയോഗിക്കുന്ന ആളുകൾ 56 ലക്ഷം ഉപഭോക്താക്കളുണ്ട്. കേരളത്തിലെ ശരാശരി ഉപയോഗം എന്ന് പറയുന്നത് ഒരു പ്രതിമാസം 100 യൂണിറ്റ് മാത്രമാണ്. അതേസമയത്ത് ഡൽഹിയിൽ ശരാശരി ഉപയോഗം എന്ന് പറയുന്നത് 400 യൂണിറ്റ് ആണ്. അപ്പൊ 400 യൂണിറ്റ് വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി വരുന്ന ഉപഭോക്താക്കൾക്ക് വേണ്ടി വരുന്ന ചെലവ് യഥാർത്ഥത്തിൽ കേരളത്തിൽ 100 യൂണിറ്റ് താഴെ വൈദ്യുതി എത്തിക്കാൻ വേണ്ടി വരും. കാരണം എന്താ? ഉപഭോക്താക്കൾക്കാണ് സേവനം കൊടുക്കുന്നത്, അല്ലാണ്ട് ഇതിനോട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിക്കല്ല. അങ്ങനെ കൂടുതൽ ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ള സേവനത്തിന് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ലൈൻ നെറ്റ്വർക്കുള്ള ഏകദേശം 1.5 ലക്ഷത്തോളം
HT ലൈനും 6 ലക്ഷത്തോളം LT ലൈനുമുള്ള കേരളത്തിന്റെ മുക്കും മൂലയിലും വരെ വൈദ്യുതി എത്തിയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഒരു മെട്രോ നഗരത്തിൽ വൈദ്യുതി കൊടുക്കുന്ന പോലെ എളുപ്പത്തിൽ കൊടുക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ ആയിട്ട് പോലും 70% വൈദ്യുതിയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്ന, അത്രയും ട്രാൻസ്മിഷൻ നഷ്ടം കൂടി സഹിച്ചുകൊണ്ട് വൈദ്യുതി വിതരണം ചെയ്യുന്ന കമ്പനി ആയിട്ട് പോലും കേരളത്തിൽ ശരാശരി 1 യൂണിറ്റ് വൈദ്യുതി ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ 6 രൂപ 99 പൈസ മാത്രം ചെലവാകുമ്പോൾ ഡൽഹിയിൽ അത് 8 രൂപ 23 പൈസയാണ്. ആം ആദ്മി പാർട്ടി നേതാവാണല്ലോ ഭരിക്കുന്നത്, അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ഭരിക്കുന്നത്. അവിടെ അവർ 200 യൂണിറ്റ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് റിലയൻസ് കമ്പനിക്ക് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 11,000 കോടി രൂപ റിലയൻസിന്റെ കമ്പനിക്ക് ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ ആ സർക്കാരിന്റെ ബജറ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാനുള്ള ശേഷി ഡൽഹി സർക്കാരിനുണ്ട്. എന്തുകൊണ്ടാ? ഡൽഹി സർക്കാർ ഡൽഹി മെട്രോപൊളിറ്റൻ നഗരത്തില് പോലീസിന് ശമ്പളം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അവിടുത്തെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മുഴുവൻ നടത്തുന്നത് കേന്ദ്ര സർക്കാരാണ്. പിരിച്ചെടുക്കുന്ന വരുമാനം വളരെ കൂടുതലാണ്. കാരണം ഇന്ത്യയിലെ മുഴുവൻ വലിയ സ്ഥാപനങ്ങളും ഡൽഹി കേന്ദ്രീകരിച്ചാണുള്ളത്. അവിടുത്തെ എല്ലാ ടാക്സും നന്നായി കിട്ടുന്നതാണ്. വലിയ രൂപത്തിൽ ടാക്സ് റവന്യൂ ഉണ്ടാകുകയും ചെലവ് വളരെ കുറവായിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും 10,000 കോടി രൂപ റിലയൻസിന് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ കഴിയുന്ന സർക്കാരായതുകൊണ്ട് 10,000 രൂപ റിലയൻസിന് കൊടുത്ത് 200 യൂണിറ്റ് വരെയുള്ള ആളുകൾക്ക് ഫ്രീ കൊടുക്കുന്നുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ അത് വൈദ്യുതി നിരക്ക് കുറച്ചുകൊണ്ടല്ല, ചെലവ് കുറച്ചുകൊണ്ടല്ല, സർക്കാരിലെ ഖജനാവിലെ പണം ചെലവഴിച്ചുകൊണ്ടാണ്. കേരളത്തിൽ അതുപോലെ സർക്കാരിലെ ഖജനാവിലെ പണം ചെലവഴിച്ചുകൊണ്ട് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കേരളത്തിൽ ആളുകൾക്ക് ഈ പറയുന്ന രൂപത്തിൽ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടതുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള സംസ്ഥാനമല്ല കേരളം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഡൽഹിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വിതരണം ചെയ്യുന്ന 1 രൂപ 24 പൈസയ്ക്ക് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വിതരണം ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ആദ്യം പ്രിയപ്പെട്ട ആം ആദ്മി പാർട്ടിക്കാരൻ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം കാര്യങ്ങൾ സംസാരിക്കാൻ, അല്ലാതെ വസ്തുതാ വിരുദ്ധമായി സംസാരിക്കരുത്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ടതാണ് എന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. ചില കാര്യങ്ങളിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ പെശകുകൾ ഉണ്ടായിരിക്കാം. ആ പെശകുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ജനങ്ങളോട് കൂടിച്ചേർന്നുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തൊഴിലാളികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അതേ സമയത്ത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത് അംഗീകരിച്ചു പോകാൻ കഴിയുകയുമില്ല. ശരി 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 താങ്കളിലേക്ക് തിരികെ വരുന്നതായിരിക്കും. ശ്രീ പ്രദീപ് നെയ്യാറ്റിക്കര, ഇപ്പോൾ വേനൽക്കാലത്ത് ശുപാർശ ചെയ്യുന്ന ഒരു പ്രത്യേക താരിഫ് പദ്ധതിയുണ്ട്, സമ്മർ താരിഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെതിരെ കൂടി ശക്തമായൊരു ജനരോഷം ഉണ്ടാകുന്നുണ്ട്. അത് ഏത് രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്? അതിന്റെ ആവശ്യകതയുണ്ടോ ശരിക്കും പറഞ്ഞാൽ? ഇവിടെ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടാണ് ശ്രീ സുരേഷ് സാറ്, ശ്രീ നവീൻജി, ശ്രീ ഷാജഹാൻ അവരുകളൊക്കെ പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ റെഗുലേറ്ററി കമ്മീഷൻ്റെ തെളിവെടുപ്പ്, നമുക്ക് ആദ്യം അത് പറയാം. ഈ തെളിവെടുപ്പ് എന്ന് പറയുന്നത് അവിടെ നടന്നത്, എന്നെ സംബന്ധിച്ച് എനിക്ക് കാണാൻ കഴിയുന്നത് ഒരാൾക്കൂട്ട വിചാരണയാണ്. അതാണ് നടക്കുന്നത്. ഇത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഭൂഷണമാണോ എന്ന് ആദ്യം ആലോചിക്കണം. കാരണം ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ ശ്രീ നവീൻജി ഇവിടെ സംസാരിച്ചു, ശ്രീ ഷാജഹാൻ സാർ സംസാരിച്ചു, ശ്രീ സുരേഷ് സാർ സംസാരിച്ചു. ഇവരെല്ലാം സംസാരിച്ചത് അവരവർ ഒരു വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ റെപ്രസെൻറ്റേറ്റീവാണ്. അവർക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് തെളിവെടുപ്പ് രംഗത്ത് പറയുവാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ പ്രധാന ചോദ്യം. ഇപ്പോൾ INTUC ഇന്നലത്തെ അവിടുത്തെ ആൾക്കൂട്ട വിചാരണയിലൊന്നും പങ്കെടുത്തിട്ടില്ല. എന്തുകൊണ്ട് INTUC അത്തരം ആൾക്കൂട്ട വിചാരണയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞ ഞങ്ങളുടെ നിലപാടതാണ്. എന്നായത് അവിടെ ചെന്ന് ഈ വ്യവസായത്തിലെ തൊഴിലാളി പ്രതിനിധികളായി നമ്മളുടെ ഉപഭോക്താക്കളുമായി പരസ്പരം പോരടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുക. അവിടെ ഞാനൊരു സംശയം ചോദിക്കുകയാണ്. അതായത് പൊതു തെളിവെടുപ്പ് എന്ന് പറയുമ്പോൾ അത് KSEBക്ക് പറയാനുള്ളത് ജനങ്ങൾ കേൾക്കണമെന്നാണോ, അതോ ജനങ്ങൾ പറയുന്നത് KSEBയും റെഗുലേറ്ററി കമ്മീഷനും കേട്ട് അതിനുള്ള മറുപടി നൽകണമെന്നുള്ളതാണ്? ഞാൻ പറഞ്ഞു വന്നത് വ്യക്തമാണ്. അത് ഞാൻ വ്യക്തമാക്കി തന്നെ പറയുന്നു. 140 നിയോജക മണ്ഡലങ്ങളിൽ ആ ഓരോ നിയോജക മണ്ഡലത്തിലെയും പ്രതിനിധിയാണ് നിയമസഭയിൽ അവരുടെ വിഷയങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആ 140 നിയോജക മണ്ഡലത്തിലെയും ഓരോ നിയോജക മണ്ഡലം മുഴുവൻ ജനങ്ങളെയും വിളിച്ചു വരുത്തി നിയമസഭയിൽ ഇതെല്ലാം കേൾക്കണം, സ്പീക്കർ അവിടെ കേൾക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കേൾക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ അത്
എന്ത് സന്ദേശമാണ് നൽകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞത്, ശ്രീ സുരേഷ് സാർ തൻ്റെ ഭാഗം വ്യക്തമായിട്ട് പറയുന്നു, ശ്രീ നവീൻജി പറയുന്നു. അപ്പോൾ ഇവർ അതല്ലാതെ നമ്മൾ ഒരു സോഷ്യൽ മീഡിയ വാട്സപ്പ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ മറ്റൊരു രീതിയിൽ അവരെ നമ്മളൊന്ന് മൊബിലൈസ് ചെയ്ത്, അതായത് ഇപ്പോൾ ബംഗാളിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ഒക്കെ നടന്ന മറ്റ് സ്ത്രീകളുടെ നേരെ നടക്കുന്ന പരാക്രമങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് പോലെ നമ്മൾ ആൾക്കൂട്ടത്തെ, പൊതുജനത്തെ പൊതുനിരത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത് പോലെ ഒരു ഹാളിനകത്ത്, തെളിവെടുപ്പ് സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ആളുകളെ കൊണ്ട് കുത്തി നിറച്ചിട്ട് യഥാർത്ഥത്തിൽ അവിടെ വന്ന് സംസാരിക്കുന്ന, ബഹളമുണ്ടാക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് എത്ര ബോധ്യമുണ്ട്? അതേസമയം ചിലപ്പോൾ ശ്രീ ഷാജഹാൻ അല്ലെങ്കിൽ ശ്രീ നവീൻജി അല്ലെങ്കിൽ ശ്രീ സുരേഷ് എന്നിവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്താ പറയേണ്ടത്. പക്ഷെ അവർക്ക് പോലും പറയാനുള്ള അവസരം അവിടെ കിട്ടില്ല. കാരണം വെറുതെ ആളുകളെ വിളിച്ചു കൂട്ടുകയാണ്. അപ്പൊ അതിനോട് INTUCക്ക് യോജിപ്പില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതിന് പകരം തെളിവെടുപ്പെന്ന് പറയുന്നത് അത് കൃത്യമായി റെപ്രസെന്റേറ്റീവ്സിനെ വിളിച്ച് തെളിവെടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് റെഗുലേറ്ററി കമ്മീഷൻ പോകണ്ടേ? റെഗുലേറ്ററി കമ്മീഷനിലിരിക്കുന്ന അംഗങ്ങളാരാ? ഇവർ KSEBയെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ്. KSEBയുടെ പ്ലാനിംഗ് സംവിധാനത്തിൽ എവിടെയൊക്കെയോ വീഴ്ചകൾ വന്നിട്ടുണ്ടെന്ന് കൃത്യമായ ബോധ്യമുള്ളവരാണ്. KSEBയുടെ വളരെ ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയില്ലേ? അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ എന്ന സ്വയം പ്രഖ്യാപിത അല്ലെങ്കിൽ കോസി ജുഡീഷ്യൽ ബോഡിയാണ്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് KSEBയുടെ അവർ തന്നിയ നിർദ്ദേശങ്ങൾ അങ്ങ് സ്വീകരിച്ചിട്ട് ഞങ്ങൾ അതിന്മേൽ തീരുമാനമെടുക്കുകയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളോട് സംവദിക്കുന്നതിന് പകരം KSEB നൽകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് അതിലെ തെറ്റും ശരിയും ഞങ്ങൾക്ക് ബോധ്യപ്പെടും. കാരണം ഞങ്ങൾ ആ വ്യവസായത്തിൽ പണിയെടുത്ത അല്ലെങ്കിൽ അതിനെ ചുക്കാൻ പിടിച്ച മാനേജ്മെന്റിന്റെ ഭാഗമാണെന്നുള്ള ബോധ്യം അതും കൂടെ പൊതുജനത്തെ ബോധ്യപ്പെടുത്തണം. അതല്ലാതെ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നത് സ്വാഭാവികമായിട്ടും തികച്ചും നമ്മളെ സംബന്ധിച്ച് പറയാനുള്ളത്, തൊഴിലാളിക്ക് നേരെ ആര് തിരിയുന്നു? പൊതുസമൂഹം തിരിയുന്നു. കാരണം അത് കൃത്യമായിട്ട് ഞാൻ പറയുകയാണ്. ഇവിടുത്തെ ആനുവൽ ടേൺ ഓവർ എത്രയാണ്? KSEB ആ ടേൺ ഓവറിന്റെ എത്ര ശതമാനമാണ് ഇവിടുത്തെ ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനും വേണ്ടി മാറ്റിവെക്കുന്നത്? 25 ലക്ഷം കൺസ്യൂമർ ഉള്ളപ്പോൾ 20,000 ജീവനക്കാരുണ്ടായിരുന്ന സ്ഥാപനമാണ്. ഇന്ന് 1.5 കോടിയിലെത്തി നിൽക്കുമ്പോൾ ഏകദേശം 140 ലക്ഷം കഴിയുമ്പോൾ കൺസ്യൂമർ സ്ട്രെങ്ത് അവിടെ എത്തി നിൽക്കുമ്പോൾ ഇവിടുത്തെ ജീവനക്കാരെത്രയാ? വെറും 22,720 ജീവനക്കാർ മാത്രമാണ്. അതിൽ ഏകദേശം ഈ ഫീൽഡില് പണിയെടുക്കുന്ന തൊഴിലാളി എന്ന് പറയുന്നത് 11,000-ഓളം മാത്രമാണ്. വെറും 11,000. 140 ലക്ഷത്തോളം വരുന്ന തൊഴിലാളി ഉപഭോക്താവിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ 11,000 ജീവനക്കാരൻ ഫീൽഡിൽ പണിയെടുക്കുന്നു. അപ്പോൾ അവിടെ പിന്നീട് ബാക്കി സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് ഇത് മുന്നോട്ട് പോകുമ്പോൾ അവന് കൊടുക്കുന്ന ശമ്പളത്തെയാണ് അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതവിടെ നിർത്തണം, അത് വെട്ടിക്കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് പൊതുജനത്തെ കൊണ്ട് പറയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് റെഗുലേറ്ററി കമ്മീഷൻ എത്തിച്ചേർന്നു, അല്ലെങ്കിൽ മാനേജ്മെന്റ് എത്തിച്ചേർന്നു. മാനേജ്മെന്റിന്റെ നിലപാടുകളോട് ഞങ്ങൾക്ക് പൂർണ്ണമായി യോജിപ്പൊന്നുമില്ല. INTUCക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. മാനേജ്മെന്റ് കാലാകാലങ്ങളിലെടുത്ത നിലപാടുകൾ ഒരുപാട് വീഴ്ചകളുണ്ട്. അതിന്റെ ഉന്നതങ്ങൾ അത് പരിശോധിക്കേണ്ടത്. അത് പ്ലാനിങ്ങിലായാലും ട്രാക്കിലായാലും ഏത് മേഖലയിലായാലും അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തായാലും. ഞാൻ ചോദിക്കട്ടെ, പവർ പർച്ചേസിന്റെ ഭാഗത്തായാലും പവർ പർച്ചേസ് എത്രത്തോളം വർദ്ധിക്കുന്നു? എത്രത്തോളം ഓരോ വർഷത്തിൽ എത്ര കോടി രൂപ നമ്മൾ ഏകദേശം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിന്ന് ഈ ഫിനാൻഷ്യൽ ഇയറിലേക്ക് എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏകദേശം 3,000 കോടിയിലധികം രൂപയുടെ വർധനവ് പവർ പർച്ചേസിൽ വരുന്നു. അതേസമയം സോളാർ അടക്കമുള്ള റിന്യൂവബിൾ എനർജിയുടെ ഭാഗങ്ങൾ എല്ലാ മേഖലകളിലും ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, ഇവിടെ എല്ലാം വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുമ്പോൾ സോളാറിന് ആവശ്യത്തിലേറെ സബ്സിഡികൾ കൊടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാർക്ക് വൈദ്യുതി എത്തിക്കാൻ ശ്രീ സുരേഷ് സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എത്ര ലക്ഷം കൺസ്യൂമേഴ്സാണ് 100 യൂണിറ്റിന് താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നത്? ആ കൺസ്യൂമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന സബ്സിഡി എത്രയാ? അവിടെ നമ്മൾ വാങ്ങുന്ന വൈദ്യുതിയെ അതേ റേറ്റിൽ വിൽക്കാം. ഇതൊരു കച്ചവട സ്ഥാപനമാണ്. അത് നമ്മൾ ആത്യന്തികമായിട്ട് അംഗീകരിച്ചു പോകണം. KSEB ഒരു ട്രേഡാണ് നടത്തുന്നത്. അതിന് ലാഭം ലഭിച്ചേ മതിയാവും, അല്ലെങ്കിൽ മുടക്കുമുതലെങ്കിലും തിരിച്ചു കിട്ടണം.
ഇത് പറ്റില്ല, അത് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടാണെങ്കിൽ അതിൽ പണിയെടുക്കുന്ന തൊഴിലാളി വളരെ കഷ്ടപ്പെടും. ഇതിനകത്ത് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ സ്വാഭാവികമായും തൊഴിലാളിയുടെ മനസ്സ് അല്ലെങ്കിൽ അവന്റെ മാനസിക നില തെറ്റുമ്പോൾ അവനും പ്രതികരിക്കുന്ന ഒരു സാഹചര്യം വരും. അതാണ് പല സ്ഥലങ്ങളിലും ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് സൂചിപ്പിക്കപ്പെടുന്നതെന്ന് എനിക്ക് സന്ദർഭമായിട്ട് ഞാൻ സൂചിപ്പിക്കും. ശ്രീ ഷാജഹാൻ, ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷയങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. KCB ഒരു കച്ചവട സ്ഥാപനമാണ്. വൈദ്യുതി വാങ്ങുന്നു, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു, അത് വിൽപ്പനയാണ്. അതിൽ നിന്ന് ലാഭമുണ്ടാക്കണം, ലാഭമുണ്ടാക്കി മുന്നോട്ട് പോകാനാണ് KCB പ്രവർത്തിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 6400 കോടി രൂപയുടെ കുറവ് നിലവിൽ ബോർഡിനുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ചെയർമാൻ തന്നെ തുറന്നു പറഞ്ഞ കാര്യമാണ്. അതായത് 14 രൂപയിലധികം KCBക്ക് ഒരു യൂണിറ്റിന് ചിലവായി വരുന്നുവെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അതുകൂടി ജനങ്ങൾ മനസ്സിലാക്കേണ്ടതില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിനുള്ള മറുപടി എന്താണ്? ഇവിടെ ബഹുമാനപ്പെട്ട സുരേഷ് കുമാർ സാറും പ്രദീപ് സാറും ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ അവിടെ ജീവനക്കാരെ സംരക്ഷിച്ചുകൊണ്ടും ഈ പൊതുസമൂഹത്തിൻ്റെ വികാരത്തെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് വലിയ സങ്കടം തോന്നുന്നുണ്ട്. പൊതുസമൂഹം അവരുടെ വിഷമങ്ങൾ പറയാൻ കിട്ടുന്ന ഒരു വേദി എന്നുള്ള നിലയിലേക്കാണ്. അവർക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു വേദി ഉണ്ടെന്നും ഇവിടെ ചെന്ന് നമ്മുടെ പരാതികളും പ്രശ്നങ്ങളും പറയാനുള്ള ഒരു അവസരം ഉണ്ടെന്നും ഇലക്ട്രിസിറ്റി ബോർഡിനോട് മാത്രമല്ല പറയേണ്ടതെന്നുള്ള അറിവ് ഈ വർഷമാണ് ഇവർക്ക് കിട്ടിയത്, ഈ പ്രാവശ്യമാണ് കിട്ടിയത്. ആ അവസരം അവർ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കാനൊന്നും അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അത് ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് മുന്നോട്ട് കാണും. പിന്നെ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ, ഇവിടെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് കുഴപ്പങ്ങളില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ശ്രീ സുരേഷ് കുമാർ സാറ് പറഞ്ഞ ചില കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഇന്ത്യയിൽ ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ കൂടിയ വിലയ്ക്കാണ് കേരളത്തിൽ വൈദ്യുതി വിൽക്കുന്നത്. ആ സംസ്ഥാനത്താണ് ഇത്രയും വലിയ റവന്യൂ ഗ്യാപ്പ് വരുന്നതെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാലോ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ വൈദ്യുതി വാങ്ങുന്ന സംസ്ഥാനമാണെങ്കിൽ അതും കേരളം തന്നെയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, PFCയുടെ കണക്കിലുണ്ട്, അതനുസരിച്ച് പറയുന്ന കൃത്യമായ കാര്യങ്ങളാണ്. പിന്നെ പ്രദീപ് സാർ പറഞ്ഞു പോയ പ്രത്യേക എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. തൊഴിലാളികൾക്ക് തൊഴിലാളികൾ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്ന ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്. 18,000 കോടി രൂപ മാത്രം ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിക്ക് എങ്ങനെയാണ് 6,000 കോടിയിലധികം രൂപ, 6,052 കോടി രൂപയാണ് 2022-23 ഈ ജീവനക്കാർക്ക് കൊടുത്ത വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖ പറയുന്നത്. എന്നാലോ ജീവനക്കാരുടെ എണ്ണം ആണെങ്കിൽ അതിന് മുൻപുള്ള വർഷത്തിൽ 32,418 ജീവനക്കാരുണ്ടായിരുന്നപ്പോൾ കൊടുത്ത ശമ്പളം ജീവനക്കാർക്ക് കൊടുത്ത് 4,671 കോടി രൂപയാണെങ്കിൽ ആ ജീവനക്കാർ 1,080ഓളം ജീവനക്കാർ കുറഞ്ഞു കഴിയുമ്പോൾ കൊടുത്തത് 5,751 കോടി രൂപയാണ്. ഇത് എവിടെ നിർത്തിട്ടാണ് കൊടുക്കുക? ഈ ജനങ്ങളിൽ നിന്നും ഇങ്ങനെ കഴുത്തിന് പിടിക്കുന്നതിൽ പിടിച്ചെടുത്ത് വാങ്ങിയിട്ട് വേണം ഈ പണം കൊടുക്കാൻ. ജനങ്ങളുടെ രോഷങ്ങളും കാര്യങ്ങളും ഉണ്ടാവുന്നത് ആ രീതിയിലാണ്. അപ്പോൾ 32% ജീവനക്കാർക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വേദനാജനകം. അവർക്ക് ശമ്പളത്തിനോളം കിട്ടിക്കോട്ടെ, നമുക്ക് അതിന് പരാതിയായിരുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന ഇവിടുത്തെ സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഈ യൂണിയൻകാരാണെങ്കിലും അല്ലെങ്കിൽ ജീവനക്കാരാണെങ്കിലും ഇവിടുത്തെ തൊഴിലാളികളാണെങ്കിലും മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളത് വളരെ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് എടുത്തു പറയാനുള്ളത്, ഇവിടെ ഈ ബില്ലിംഗ് എഫിഷ്യൻസി കേരളത്തിൻ്റെ ദേശീയ ശരാശരിയേക്കാൾ ഒരുപാട് കൂടുതലാണ്. 87% മറ്റുമാണ് ദേശീയ ശരാശരി എങ്കിൽ കേരളത്തിന് 99.09% എന്ന് പറഞ്ഞാൽ 1000 പേരിൽ ഒരാൾ പോലും ബില്ലടയ്ക്കാതെ ഇല്ല എന്നാണ് കേരളത്തിലെ കണക്ക് പറയണത്. പക്ഷേ ഇവിടെ തന്നെ വെബ്സൈറ്റിൽ കിടക്കുന്നു 3,252 കോടി രൂപ പിരിഞ്ഞു കിട്ടാനുണ്ടെന്നാണ് ഇവരുടെ വെബ്സൈറ്റിൽ കിടക്കുന്നത്. ഈ ഇത്രയും കാലമായിട്ട് ഇത്രയും പണം ഇവിടെ കിടന്നിട്ടും ഈ പണം തിരിച്ചു പിടിക്കാനുള്ള ഒരു വഴിയും KCBക്ക് കാണാൻ കഴിയുന്നില്ല. അതിനൊരു ഡിസ്പ്യൂട്ടുള്ള ഒരു 534 കോടി രൂപ വേറെയുണ്ട്. അതോട് കൂട്ടി 3,786 കോടി രൂപ KCBക്ക് പിരിഞ്ഞു കിട്ടാനുണ്ടെന്ന് KCB തന്നെ പറയുന്നുണ്ട്. രണ്ട് കാര്യങ്ങളിൽ ഒന്ന് KCB സമ്മതിക്കണം. ഒന്നില്ലെങ്കിൽ ആ കണക്കുകൾ പിരിഞ്ഞു കിട്ടാനുണ്ട് എന്നുള്ള കണക്കുകൾ തെറ്റാണ് എന്ന് പറയേണ്ടി വരും. ഇല്ലെങ്കിൽ ഇത് പിരിച്ചെടുക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം കാണണം. ഈ മാർഗം ഒന്നും കാണാതെ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോഴേക്കും ചാടി പിടിച്ചൊരു റവന്യൂ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ തന്നെ എന്നാൽ പിന്നെ പൈസയാണ് കൂട്ടിയേക്കാം എന്ന് പറഞ്ഞ് ചാടി പിടിച്ച് കയറുന്ന ഒരു രീതിയുണ്ട്. ഇന്നലെ ചെയർമാൻ തന്നെ പറഞ്ഞു എന്ന് ഞാൻ പറയുന്നു 14 രൂപയോളം ചെലവ് വരുന്നുണ്ടെന്ന്. ഏത് രീതിയിലാണ് ചെലവ് എന്നുള്ള കാര്യം ഞാൻ ഈ പറയുന്ന കുറേ റിപ്പോർട്ടുകൾ കാണണ്ടേ. ആനുവൽ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ടുകൾ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ചുള്ള ഇതിന് മാത്രം പഠിക്കാനുമുള്ള വിവരമുള്ള ആളുകളൊന്നുമല്ല. ഞാനൊക്കെ ഒരു കൂലിപ്പണിക്കാരനാണ്. എന്നെപ്പോലുള്ള ആളുകൾക്ക് നിർബന്ധപൂർവ്വം ഇത് പഠിക്കാൻ നിർബന്ധിതരായി പോവുകയാണ്. കാരണം വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് ആനുവൽ റിപ്പോർട്ടുണ്ട്, ആനുവൽ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടുണ്ട്, CAG റിപ്പോർട്ടുണ്ട്, PFCക്ക് കൊടുക്കുന്ന റിപ്പോർട്ടുണ്ട്, അതുകൂടെ റെഗുലേറ്ററി കമ്മീഷൻ കൊടുക്കുന്ന റിപ്പോർട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ എല്ലാം 300-350 പേജാണ്.
എന്നും നമുക്ക് സാധാരണക്കാരൻ മനസ്സിലാവുന്ന ഒരു ഭാഷയിലും അല്ല. ഇംഗ്ലീഷ് ആണെന്ന് മാത്രമല്ല, ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലാത്തവർക്ക് ഒട്ടും മനസ്സിലാവില്ല. ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നവർക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ടെക്നിക്കൽ വേർഡ്സുകൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, അത് അവരുടെ സാങ്കേതിക വിഷയങ്ങളാണ്. പക്ഷേ സാധാരണക്കാരത് മനസ്സിലാകുന്നില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അങ്ങനെ മനസ്സിലാവാത്ത ഓരോ റിപ്പോർട്ടിനകത്ത് ഒരിടത്ത് ഇപ്പോൾ 2021-22 ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, 2021-22 ശമ്പളം കൊടുത്തത് 5751 കോടി രൂപ എന്ന് ആനുവൽ റിപ്പോർട്ടിൽ ഉണ്ട്. അതേ റിപ്പോർട്ട് തന്നെ അടുത്ത വർഷം പ്രീവിയസ് വർഷത്തിലേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ അത് 3906 കോടിയായിട്ട് മാറി. 1000 ചില കോടി രൂപയുടെ ഡിഫറൻസ് ഒറ്റ കാരണം കൊണ്ട് വന്നു. ഇത് സാങ്കേതികമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്തെങ്കിലും കാരണങ്ങളെന്ന് പറയാൻ പറ്റുമോ? ഒരു കാര്യം പറയട്ടെ, ഈ റിപ്പോർട്ട് തന്നെ പെറ്റീഷൻ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് 19 വരുന്ന ചീഫ് എഞ്ചിനീയർമാരുള്ള ഒരു പ്രസ്ഥാനമല്ലേ KSEB. ഇത്രയും ആളുകൾ നോക്കുന്ന റിപ്പോർട്ടിനകത്ത് ഒരു സാങ്കേതികമായ ഒരു എറർ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടാണോ ഇത്രയും വലിയ റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നത്? ആ റിപ്പോർട്ടിൽ 369 എന്ന് വരേണ്ടടുത്ത് 30 എന്ന് എഴുതി വച്ചിട്ട് ആ പൈസ കൂട്ടി നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് റവന്യൂ ഗ്യാപ്പിന്റെ കണക്കുകളൊക്കെ വന്ന് പറഞ്ഞിട്ട് ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ വിറ്റതൊന്നും നിങ്ങൾ നോക്കണ്ട, ഞങ്ങൾക്ക് വന്നത് നിങ്ങൾ നോക്കണ്ട, ഇത്ര റവന്യൂ ഗ്യാപ്പ് ഉണ്ട്, ആ പൈസ ഭരിക്കാൻ നിങ്ങളോട് സമ്മതിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ആ ധാർഷ്ട്യം ഒന്നും ഇവിടുത്തെ സാധാരണക്കാർ അംഗീകരിച്ചു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ജനങ്ങളെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന, എല്ലാ രീതിയിലും ബുദ്ധിമുട്ടിക്കുന്ന ഒരു വലിയ വർധനമായിട്ട് വരാനാണ് പോകുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ശരി, ശ്രീ ഷാജഹാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലുള്ള സംഭവം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതായത് പിരിച്ചെടുക്കേണ്ടതായിട്ടുള്ള പണത്തിൻ്റെ കാര്യം, അത് സർക്കാർ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്, മറ്റ് വക ഒക്കെ തന്നെ ഉൾപ്പെടുന്നുണ്ട്. അത് കൃത്യമായ കണക്ക് KSEBക്ക് തന്നെ ബോധ്യമുള്ളതാണ്. 2023-24 വർഷത്തെ കമ്മി 720 കോടി രൂപയാണെന്ന് അന്ന് പറഞ്ഞ് അന്ന് വൈദ്യുതി വർദ്ധിപ്പിക്കാനുള്ളൊരു നീക്കം റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ച് അന്ന് KSEB നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ അടിക്കടിയുള്ള വർധനവ് എന്ന ടേം ഉപയോഗിക്കാൻ തുടങ്ങിയത് തന്നെ അതിനുശേഷമാണ്. ഒരു 8-10 മാസം ആകുന്നേ ഉള്ളൂ അടുത്ത നീക്കത്തിലേക്കും KSEB കടന്നിരിക്കുന്നു. അപ്പോൾ ഈ ചെലവ് ചുരുക്കാനായി മറ്റു മാർഗങ്ങളൊന്നും തന്നെ KSEBക്ക് സ്വീകരിക്കാൻ കഴിയില്ലേ ശ്രീ MG സുരേഷ് കുമാർ? ഒന്ന് ആദ്യം ഷാജഹാൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ പ്രതികരിച്ചിട്ട് അങ്ങോട്ട് പോകാം. തീർച്ചയായും. ഇന്ത്യയില് ആവറേജ് താരിഫിനേക്കാളും, ഇന്ത്യയിലെ ശരാശരി താരിഫിനേക്കാളും ഉയർന്ന നിരക്കിലാണ് കേരളത്തിൽ വൈദ്യുതി കൊടുക്കുന്നതെന്ന് ഷാജഹാൻ പറഞ്ഞു. വസ്തുതാ വിരുദ്ധമാണ്. കാരണം ഞാനതാ ചോദിച്ചത്, ഏത് റിപ്പോർട്ട്, ഏതെങ്കിലും ഒരു ആധികാരികമായ റിപ്പോർട്ടിന്റെ അകത്ത് ഇത്രാം പേജിൽ അത് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഇത് സംബന്ധിച്ച് പവർ യൂട്ടിലിറ്റികളുടെ ആനുവൽ പെർഫോമൻസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് പവർ ഫിനാൻസ് കോർപ്പറേഷനാണ്. 2023-24 വന്നിട്ടില്ല. 22-23 ഏറ്റവും അവസാനത്തെ ആനുവൽ പെർഫോമൻസ് റിപ്പോർട്ട്. ആ പെർഫോമൻസ് റിപ്പോർട്ടിലെ കണക്ക് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ ഈ പറയുന്ന ഓരോ സംസ്ഥാനത്തെയും ചെലവിനെ കുറിച്ച് പറഞ്ഞത്. 2023-24 KSEBയുടെ ആവറേജ് കോസ്റ്റ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് 6 രൂപ 54 പൈസയാണ്. ഇപ്പോൾ ഉള്ളതാണ് 6 രൂപ 99 പൈസ. ആ സമയത്ത് ആവറേജ് കോസ്റ്റ് ഓഫ് സപ്ലൈ ഇന്ത്യയിൽ 7 രൂപ 56 പൈസയാണ്. എന്ന് പറഞ്ഞാൽ 1 രൂപ 2 പൈസ കുറവാണ് ഇന്ത്യൻ ആവറേജിനേക്കാളും 1 രൂപ 2 പൈസ കുറവാണ് കേരളത്തിൽ. അത് കേരളത്തിൽ മാത്രമല്ല, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഡൽഹി തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും കേരളത്തെക്കാളും വൈദ്യുതി നിരക്ക് 2 രൂപയോളം കൂടുതലാണ്. ഈ വസ്തുത അവിടെ നിൽക്കുമ്പോൾ ആ വസ്തുത ഞാൻ എവിടെ വേണമെങ്കിലും ആ രേഖ ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെ ഒരു രേഖയുടെ അടിസ്ഥാനത്തിലല്ലാതെ കേരളത്തിലാണ് ഏറ്റവും വലിയ വൈദ്യുതി ചാർജ് എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ വർഷം 5000 ചില്ലാനം കോടി രൂപ എംപ്ലോയി കോസ്റ്റ് വന്നു. ഇത് എന്റെ കയ്യിൽ ഇരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ്. 2023 31 മാർച്ച് 2024 അൺഓഡിറ്റഡ് റിപ്പോർട്ടാണ്. അതിനകത്ത് എക്സ്പെൻഡിച്ചർ ആകെ വരവ് 21,235.89 കോടി, എക്സ്പെൻഡിച്ചർ 13,419.87 കോടി, പവർ പർച്ചേസ്, അത് കഴിഞ്ഞ് അഡ്മിനിസ്ട്രേറ്റീവ് 0.04, പിന്നെ 285 കോടി ജനറേഷൻ ഓഫ് പവർ. അത് കഴിഞ്ഞതിന് ശേഷം എംപ്ലോയി കോസ്റ്റ് എന്ന് പറയുന്ന സാധനം 3,920 കോടി രൂപയാണ്. എത്രയിൽ 21,235 കോടി രൂപ ടോട്ടൽ എക്സ്പെൻഡിച്ചർ വന്നതിൽ 3,920 കോടി രൂപയാണ് എംപ്ലോയി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 17%. ഇന്ത്യയിലെ ഏത് പവർ യൂട്ടിലിറ്റിക്കാണ് 17% മാത്രം എംപ്ലോയി കോസ്റ്റ് ഉള്ളത്? 2021 5000 ചില്ലാനം കോടി രൂപ വന്നു. പിന്നീട് അത് മാറി 3000 ചില്ലാനം കോടി ആയി എന്ന കണക്ക് ഷാജഹാൻ പറഞ്ഞു. അതിനകത്ത് ഒരു വസ്തുതയുണ്ട്. KSEBയിലെ ശമ്പള പരിഷ്കരണം ഡ്യൂ ആവുന്നത് 2018
2018 ശമ്പള പരിഷ്കരണം വ്യൂ ആയത് 2021 ചർച്ചകൾക്ക് ശേഷം ശമ്പള പരിഷ്കരണം അംഗീകരിക്കുന്നത്. അതിനകത്ത് 2018 മുതൽ 2021 വരെ കൊടുത്ത അരിയർ 2021 ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ബുക്ക് ചെയ്യരുത്, അത് സ്പ്രെഡ് ചെയ്ത് മുൻ വർഷങ്ങളിലേക്ക് ബുക്ക് ചെയ്യണം എന്ന് AG പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ സാധനം സ്പ്രെഡ് ചെയ്തപ്പോ ആ വർഷത്തെ എക്സ്പെൻഡിച്ചർ വീണ്ടും 3000 ചില്ലാനായി മാറി. ഇതാണ് വസ്തുത. അതായത് ഓരോ വർഷവും ഉണ്ടാകുന്ന ചെലവ് എത്രയാണ് എന്നുള്ളത് ആ വർഷത്തെ ചെലവാണ്. KSEBക്ക് ശമ്പള ചെലവ് ആകെയുള്ള ചെലവിന്റെ 20% മാത്രമാണ്, 20% കുറവ് മാത്രമാണ്. അതുകൊണ്ട് വസ്തുതാവിരുദ്ധമായി കണക്കുകളില്ലാതെ രേഖകളില്ലാതെ നമുക്ക് എന്തും പറയാം. കേരളത്തിൽ വൈദ്യുതി കൊടുക്കുന്നത് കേവലം 2 രൂപയ്ക്കാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയുന്ന രീതിയല്ല ശരി. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം പറയാൻ. റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗിലും ഈ പറയുന്ന രൂപത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ ഇക്കാര്യത്തിനകത്ത് തീരുമാനം എടുക്കാൻ കഴിയുക എങ്ങനെയാ? രേഖകൾ പരിശോധിച്ച് മാത്രമേ തീരുമാനം എടുക്കാൻ കഴിയൂ. റെഗുലേറ്ററി കമ്മീഷൻ ആളുകൾ പറയുന്നത് വെച്ച് തീരുമാനം എടുത്താൽ അപ്പലേറ്റ് ട്രിബ്യൂണൽ ഇലക്ട്രിസിറ്റി ബോർഡിന് പോകാവുന്നതും അത് പരിഹരിക്കപ്പെടാവുന്നതാണ്. ഇതൊരു കോടതി നടപടി പോലെ അതിന് മുകളിൽ അപ്പലേറ്റ് ട്രിബ്യൂണൽ ഉണ്ട്, അതിനുശേഷം സുപ്രീം കോടതി ഉണ്ട്. അതുകൊണ്ട് രേഖകളുടെ അടിസ്ഥാനത്തിലല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് കാര്യമില്ല. പിന്നെ ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടി മറ്റു മാർഗങ്ങളില്ലേ? ചെലവ് കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ രൂപത്തിൽ താരിഫ് പരിഷ്കരണം ഒഴിവാക്കാൻ കഴിയുന്നത്. എന്താ പ്രശ്നം വെച്ചാൽ 2022 റെഗുലേറ്ററി കമ്മീഷൻ 2023-24 KSEBക്ക് ഉണ്ടാകാൻ പോകുന്ന റവന്യൂ വിടവ് 1320 കോടി രൂപയായിരിക്കും എന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ 1320 കോടി രൂപ യഥാർത്ഥത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് 1320 കോടി രൂപയുടെ താരിഫ് പെറ്റീഷൻ സമർപ്പിക്കാം, നിയമപരമായി നിലനിൽക്കുന്നതാണ്. പക്ഷേ 924 കോടി രൂപയുടെ താരിഫ് പെറ്റീഷൻ സമർപ്പിച്ചത് എന്തുകൊണ്ടാ? 1320 കോടി രൂപയിൽ നിന്ന് ഏകദേശം 400 കോടി രൂപ, 426 കോടി രൂപ എഫിഷ്യൻസി കൊണ്ട് കുറയ്ക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും കുറച്ചിരിക്കുന്നത്. അപ്പം ഈ എഫിഷ്യൻസി നമുക്ക് ആകാശത്ത് കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെ കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ടാണ് താരിഫ് പെറ്റീഷൻ ഇത്രയും കുറഞ്ഞ തുക മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ശ്രീ നവീൻ ജി നാദാമണി, താങ്കൾക്ക് ഇതിൽ മറുപടി പറയാം. എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. ചുരുങ്ങിയ വാക്കി പ്രതികരിക്കും. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. നമുക്കൊരു വലിയ ഡിബേറ്റിന് തന്നെയുള്ള വേദി ആവശ്യമാണ്. സുരേഷ് സാർ പറഞ്ഞ പല കാര്യങ്ങളും പറയുന്നത്. സുരേഷ് സാറ് ഡൽഹിയിലെ ഹാബിറ്റാറ്റ് പാറ്റേണിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിൽ ഡൽഹിയിൽ മാത്രമല്ല സുരേഷ് സാർ, ആം ആദ്മി പാർട്ടി പഞ്ചാബിലും ഭരിക്കുന്നുണ്ട്. കേരളത്തെക്കാൾ ഇത്രയും കൂടെ വിസ്തൃതമുള്ള ഹാബിറ്റാറ്റ് പാറ്റേൺ ഉള്ള സ്ഥലമാണ്. അവിടെ 200 യൂണിറ്റ് അല്ല 300 യൂണിറ്റ് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് കൂടുതൽ സ്ഥിതി ഏതായാലും അവിടെ പവർ കട്ടില്ലാതെ എല്ലാവർക്കും വൈദ്യുതി അതിന് കൃത്യമായ ഡിബേറ്റിലോട്ട് വരാം. എല്ലാ സമാധാനങ്ങൾക്കും അവസരത്തിൽ ഞാൻ കേട്ടിരുന്നു. എനിക്ക് പറയാനുള്ള കേൾക്കാനുള്ള പ്രതീക്ഷ കൊണ്ട് ഞാൻ സംസാരിക്കട്ടെ. ഞാൻ പറയുകയാണെങ്കിൽ എന്ത് ഡിബേറ്റിനാണെങ്കിലും അൾട്ടിമേറ്റ് ആയിട്ട് ഇതിന്റെ ഗുണഭോക്താവാകേണ്ടത് ഇവിടുത്തെ ഉപഭോക്താക്കളാണ്. മുഴുവൻ ബാധ്യതകളും ഉപഭോക്താക്കളിലേക്ക് ഇറക്കി വെക്കുന്ന KSEBയുടെ നയത്തിനെതിരായിട്ടാണ് ആം ആദ്മി പാർട്ടി നിലപാട് സ്വീകരിക്കുന്നത്. KSEB ഏതൊക്കെ രീതിയിൽ അതിന്റെ ചെലവ് കുറയ്ക്കാമെന്നതിനെ പറ്റി യാതൊരു വിവരങ്ങളും ആ റിപ്പോർട്ടിൽ വച്ചിട്ടില്ല എന്നുള്ള വസ്തുതയും കൂടെ സുരേഷ് സാറും മനസ്സിലാക്കണം. അതിനപ്പുറം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം കൂടെ പറയാം. 2023-2024 സാമ്പത്തിക വർഷത്തിൽ KSEBക്ക് 218.51 കോടി രൂപ ലാഭമുണ്ടായിരുന്നു എന്ന് 2/9/2024 ലഭ്യമായ വിവരാവകാശ രേഖയിൽ KSEB തന്നെ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. KSEBയുടെ അനാവശ്യ ചിലവുകൾ എവിടെയെന്നുള്ള സാർ പറയുന്നിടത്ത് ഞാൻ പറയാം. IIM കോഴിക്കോട് ഒരു സ്റ്റഡി ഉണ്ട്. KSEBയിൽ 33,600 സ്റ്റാഫുകളാണ് ഉള്ളതെന്നാണ്, എംപ്ലോയീസിനെയാണ് വച്ചിരിക്കുന്നതെന്നാണ്. അത് റിഡ്യൂസ് ചെയ്തുകൊണ്ട് 24,000 ആക്കണമെന്ന് IIMന്റെ ഒരു സ്റ്റഡി ഉണ്ട്. അതിനെപ്പറ്റി യാതൊരു രീതിയിലും പറയുന്നില്ല. ഇതിനൊക്കെ അപ്പുറമായിട്ട് മറ്റൊരു കാര്യം ഞാൻ കൂടെ പറയാം. B അശോക് എന്ന് പറയുന്ന മുൻ ചെയർമാൻ, KSEBയുടെ മുൻ ചെയർമാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ സാലറി, KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ സാലറി എന്ന് പറയുന്നത് ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയുടെ സാലറിയെക്കാളും കൂടുതലാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരുമല്ല, KSEBയുടെ
ചെയർമാനായി ഇരുന്നു കൊണ്ട് വി അശോക് പറഞ്ഞ വാക്കുകളാണത്. അതും സാറ് മറക്കരുത്, അത് കൃത്യമായിട്ട് നോക്കണം. 851 സിവിൽ എഞ്ചിനീയർമാരെ വെച്ച് കഴിഞ്ഞ 14 വർഷമായിട്ട് KSEB ഉത്പാദിപ്പിച്ച് വെറും 99 മെഗാവാട്ട് വൈദ്യുതിയുടെ സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമാണ്. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. കഴിഞ്ഞ മെയ് 24, 2010 മെയ് 24-ാം തീയതി ഈ പറയുന്ന ഉറപ്പായും വരുന്നതായിരിക്കും. ശ്രീ പ്രദീപ് നെയ്യാറ്റിങ്കര, 1 മിനിറ്റ് സമയം പെട്ടെന്ന് പറഞ്ഞു. അത് ഞാൻ ഒറ്റ വാചകത്തിൽ പറയാം. ഈ കോസ്റ്റ്, എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റിന്റെ കാര്യം പറഞ്ഞു, ശമ്പള വർധനവ്, ശമ്പളം ചെലവഴിക്കുന്നത്. ഞാൻ ഏറ്റവും ഒടുവിലത്തെ ഒരെണ്ണം പറയാം. ജൂൺ മാസത്തില് 2030 കോടിയാണ് റവന്യൂ എന്ന് പറയുന്നത്. അവിടെ സാലറി ഇനത്തില് 143.67 കോടി, അതുപോലെ പെൻഷൻ ഇനത്തിലാണ് 135.29 കോടി. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 20% ആ എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് നമ്മുടെ ശമ്പളത്തിനും പെൻഷനുമായി കൊടുത്തത്, വേതനം കൊടുത്തത്. പക്ഷേ ഞാനിത് പറഞ്ഞു വന്നത് ഒരു ഭാഗം കൂടെ പറഞ്ഞു പോട്ടെ. IAMന്റെ റിപ്പോർട്ട് പ്രകാരമൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഞാനിവിടെ സൂചിപ്പിച്ചു, തൊഴിലാളികൾ 22,607 തൊഴിലാളികളാണ്. അതില് 1.5 കോടി ഉപഭോക്താക്കളുടെ സേവനത്തിന് വേണ്ടി ഇത്രയും. ഇത് 25 ലക്ഷം ഉള്ളപ്പോൾ 20,000 തൊഴിലാളികൾ, ജീവനക്കാരുണ്ടായിരുന്ന സ്ഥാപനം. അപ്പോൾ IAMന്റെ റിപ്പോർട്ട് പ്രകാരം 33,000 34,000 ജീവനക്കാരെ വെച്ചാണ്. അങ്ങനെയൊന്നും പോകുന്നില്ല, അതിൽ നിന്ന് എത്രയോ താഴെയാണ്. ഇന്ന് ഒരു ഓഫീസ് നടത്തിക്കൊണ്ടു പോകാൻ പോലും കഴിയാത്ത തരത്തിലാണ് ഈ സ്ഥാപനത്തിലെ സ്റ്റാഫ്. അതുകൊണ്ട് ജീവനക്കാരെ ശമ്പളം കോസ്റ്റാണ്, അതാണ് ഇവിടുത്തെ റവന്യൂ ഗ്യാപ്പ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയും. തുച്ഛമായ സമയം പറയുക. ഇവിടെ ബഹുമാനപ്പെട്ട സുരേഷ് കുമാർ സാർ പറഞ്ഞ 2-3 കാര്യങ്ങളിൽ കൃത്യമായിട്ട് മറുപടി ഉണ്ട് സാറേ. ഒന്നാമത്തെ കാര്യം, 2022-23 ശമ്പളം കൊടുത്തിരിക്കുന്നത് 3,249 കോടിയും പെൻഷൻ കൊടുത്തിരിക്കുന്നത് 2,534 കോടിയും, പിന്നെ അതുകൂടാതെ ബോണസ് കൊടുത്തിരിക്കുന്നത് 8 കോടിയും, പിന്നെ അതുകൂടാതെ താൽക്കാലിക ജീവനക്കാർക്ക് കൊടുത്തിരിക്കുന്നത് 270 കോടിയും കൂടി 6,053 കോടി രൂപയായി ഒരു വർഷം കൊടുത്തത്. ഇതേ വർഷം 1,35,000 മില്യൺ യൂണിറ്റ് വിതരണം നടത്തുന്ന മഹാരാഷ്ട്രയിൽ 6,446 കോടിയെ ശമ്പളം കൊടുത്തിട്ടുള്ളൂ. കേരളത്തിലാകെ 30,000 മില്യൺ യൂണിറ്റ് വൈദ്യുതി വിൽപ്പന നടത്തുന്നുള്ളൂ. ശമ്പളത്തിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, 32% കൂടുതല. സാറിനറിയാം 18,000 കോടിയാണ് KSEBയുടെ വാർഷിക വരുമാനം. അവിടെയാണ് 6,056 കോടി രൂപ ശമ്പളത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. ഇത് വിവരാവകാശ രേഖയാണ്. ഈ രേഖ തെറ്റാണ്, ഞാൻ ഉത്തരവാദി KSEB ആണ്, ഞാനല്ല. ഞാനൊരു ഉത്തരവാദി മറുപടിയാണ്. പിന്നെ സാറ് പറഞ്ഞത് ഏറ്റവും കൂടിയ വിലയ്ക്ക് വിൽക്കുന്നതിന്റെ കാര്യമാണെങ്കിൽ പവർ ഫിനാൻസ് കോർപ്പറേഷൻ റിപ്പോർട്ട് തന്നെയുണ്ട് സാറേ. 2022-23 21-22 അതായത് കേരളത്തെക്കാൾ കൂടുതൽ വിൽക്കുന്ന 3 സംസ്ഥാനങ്ങളേ ഉള്ളൂ. ഒന്ന് മഹാരാഷ്ട്രയാണ്, അത് 1 പൈസയാണ് കൂടുതൽ. മറ്റൊന്നുള്ളത് ഡൽഹിയാണ്, 9 രൂപയാണ്. മറ്റൊന്നുള്ളത് മിസോറാമാണ്. ഈ 3 സംസ്ഥാനം കഴിഞ്ഞാൽ 4ാമതിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്, 6 രൂപ 43 പൈസ. ശരി, ഇന്ത്യയിൽ വിൽക്കുന്നില്ല. പറയാം ശ്രീ സുരേഷ് കുമാർ, താങ്കൾ മറുപടി പറയാം. ഒന്ന്, 2023-24 ശരാശരി താരിഫ് കേരളം 6.99, കർണാടക 9.15, തമിഴ്നാട് 7.01, തെലുങ്കാന 7.10, ഡൽഹി 8.23, രാജസ്ഥാൻ 7.02, ഗുജറാത്ത് 7.23, ഹിമാചൽ പ്രദേശ് 6.3. കാരണം ഹിമാചൽ പ്രദേശ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി കിട്ടുന്ന സംസ്ഥാനമാണ്. മഹാരാഷ്ട്ര 9.02, അദാനി പവർ വിൽക്കുന്ന സ്ഥലത്തെ കണക്കാണ് 9.02. ഇത് പവർ ഫിനാൻസ് കോർപ്പറേഷന്റെ രേഖ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരാം. പവർ ഫിനാൻസ് കോർപ്പറേഷന്റെ 2022-23 ആനുവൽ പെർഫോമൻസ് റിപ്പോർട്ടിൽ ആണ് ഞാൻ വായിക്കുന്നത്, അല്ലാണ്ട് വേറെ ഇവിടുന്ന് വായിക്കുന്നതല്ല. ഇത് ഈ സാധനം തന്നെയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. ഏതാണ് ശരി എന്നുള്ളത് നാട്ടുകാർ പരിശോധിക്കട്ടെ. കാരണം ഈ സാധനത്തിനകത്ത് ലഭ്യമാണല്ലോ, നമുക്ക് സൈറ്റുകൾ ലഭ്യമാണല്ലോ. കണക്കിതാണ്. പിന്നെ 2021 എന്തുകൊണ്ട് 6,000 ചില്ലാനം കോടി രൂപ ടോട്ടൽ ശമ്പള ചെലവ് വന്നു എന്ന് ഞാൻ പറഞ്ഞു. 2018 മുതലുള്ള അരിയർ ബുക്ക് ചെയ്തത് 2021-ലും 2022-ലുമാണ്. KSEB ഒരു കാലത്തും ഈ പറയുന്ന രൂപത്തിൽ 30% ശമ്പള ചെലവ് കൊടുത്തിട്ടില്ല.
ചില സന്ദർഭങ്ങളിൽ 2023-ലും 24-ലും മെയ് മാസത്തിൽ വലിയ ചെലവ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാ? കാരണം ഏകദേശം 1100 പേർ 2023 മെയ്യിൽ റിട്ടയർ ചെയ്തിട്ടുണ്ട്. 2024 മെയ്യിൽ 1000-ഓളം പേർ റിട്ടയർ ചെയ്തിട്ടുണ്ട്. അവരുടെ ഗ്രാറ്റുവിറ്റി മുഴുവൻ ആ സമയത്താണ്. 15 വർഷത്തെ സാലറി ഗ്രാറ്റുവിറ്റി മുഴുവൻ ആ സമയത്താണ്. നഷ്ടത്തിലാണോ? KSEB നഷ്ടത്തിലല്ല. KSEB നഷ്ടത്തിലല്ല. KSEBക്ക് ഈ താരിഫ് എന്ന് പറയുന്നത് നഷ്ടം നികത്താൻ വേണ്ടിയിട്ടല്ല താരിഫ് പരിഷ്കരണം ഉണ്ടാവുന്നത്. ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു 30 സെക്കൻഡ് എനിക്ക് നവീൻജിക്ക് കൊടുക്കാനുണ്ട്. നവീൻജി സംസാരിക്കാം. നഷ്ടത്തിലല്ല എന്ന് പറഞ്ഞല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യം. എന്ന് വെച്ചാൽ റവന്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരുന്നു. KSEBക്ക് നിത്യദിന ചിലവിന് പോലും പണമില്ല എന്നുള്ള അവസ്ഥയിലേക്കുള്ള കഥകളൊക്കെ ആയിരുന്നു ഇത്ര നാൾ ഉണ്ടായിരുന്നെങ്കിലും നഷ്ടത്തിലല്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നു. അത് നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. 4 രൂപ 46 പൈസക്ക് 25 വർഷത്തേക്കുള്ള ലോങ് ടേം പവർ പർച്ചേസ് എഗ്രിമെന്റ്, അത് പ്രൊസീജിയർ ലാപ്സ് എന്ന് പറഞ്ഞുകൊണ്ടും മറ്റു ടെക്നിക്കൽ ലാപ്സ് എന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ അത് വേണ്ട എന്ന് വെച്ചിട്ട് പീക്ക് അവേഴ്സിൽ 16 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ട അവസ്ഥയുണ്ടായി. അവിടെ റെഗുലേറ്ററി കമ്മീഷൻ കൂടെ അതിൽ ഒരു ഉത്തരവാദിയാണ് എന്നുള്ള വസ്തുത അടുത്ത ദിവസം നമുക്ക് ഇതേക്കുറിച്ച് തന്നെ സംസാരിക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായിരുന്നാലും 2024 ജൂലൈ 1 മുതൽ 2027 മാർച്ച് 31 വരെയുള്ള കാലയളവിലേക്കുള്ള വൈദ്യുതി നിരക്ക് പരിഷ്കരണത്തിനുള്ള ശുപാർശയാണ് നിലവിൽ KSEB മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇനി എല്ലാം തന്നെ പന്ത് റെഗുലേറ്ററി കമ്മീഷന്റെ കോർട്ടിലാണ് എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ഇന്നത്തെ നമ്മുടെ ചർച്ച നിരക്ക് വർദ്ധിക്കുന്നതിൽ ജനരോഷം ഏത് തലത്തിലാണ് എന്നുള്ളത് ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികളായിട്ടുള്ള ശ്രീ പ്രദീപ് നെയ്യാറ്റിങ്കര, ശ്രീ ഷാജഹാൻ, ഡോക്ടർ MG സുരേഷ് കുമാർ, ശ്രീ നവീൻജി നാദാമണി, 4 അതിഥികൾക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.